എൽ ശദായി കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. എൽ ശദായി കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. യവനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. യവനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയ. എന്റെ കഴിവല്ല, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയ. ഓഹോ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ കൊണ്ടുവന്നവനെ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ അങ്ങ് മാത്രമാണ്. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല, അങ്ങയുടെ സ്നേഹം മാത്രമാണ് ഞങ്ങളെ നിർത്തിയതപ്പ. അങ്ങയുടെ ദയയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. Oh, we pray. രോഗിയായി മാറിയപ്പോഴും, രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. ചേർന്ന് പാടാമോ? എന്റെ കഴിവല്ല, ഓ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയ. എന്റെ കഴിവല്ല, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയ. ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ ചേർന്ന് പറയാമോ? കഴിവല്ല നിൻ കൃപയാണേ,
ഇതൊരു പ്രാർത്ഥനയുടെ ഞായറാഴ്ചയാണ്, മഹത്വപൂർണമായ ഞായറാഴ്ചയാണ്. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ ദൈവം വീര്യപ്രവർത്തികളുടെ ദൈവമാണ്. എന്റെ ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തെ അതിമഹത്വത്തോടെ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ആ ദൈവത്തെ അതിമഹത്വത്തോടെ നമുക്ക് ഇന്ന് ആരാധിക്കാം. മനുഷ്യന്റെ കഴിവുകളിലല്ല, മനുഷ്യന്റെ ബലത്താലല്ല, ആ ദൈവത്തിന്റെ കൃപ ഇന്ന് ഞങ്ങൾ കാണുന്ന ദൈവത്തിന്റെ മക്കളുടെ മേൽ അതിശക്തിയോടെ ആ കൃപയുടെ മഹത്വം, ആ കൃപയുടെ സ്നേഹം ഓരോ മക്കളും ഇന്ന് അനുഭവിച്ചുകൊണ്ട് നിങ്ങളിരിക്കുന്ന വീടുകളിൽ, നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ ചേർന്ന് ഈ പരിശുദ്ധാത്മ സാന്നിധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് പാടി ഈ പകൽ ആരാധിക്കുമ്പോൾ ആമേൻ, ആ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം, ആ റൂഹ ഇന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വീശുകയാണ്, നമ്മുടെ പട്ടണങ്ങളിലേക്ക് അത് വീശുകയാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ആ ദൈവ സാന്നിധ്യത്തിന്റെ കാറ്റ് ഓരോ മക്കളിലേക്കും രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി, രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി, തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി, തോൽവികൾ വന്ന നേരം യഹോവ നിസി. ചേർന്ന് പറയാമോ? കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളുടെ കൂടെ ചേർന്ന് കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെയാണ്. ഓഹോ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. യേശുവേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല. കഴിവല്ല, കഴിവല്ല നിൻ കൃപയാണേ, ശഖധരബലറിമിയധോരോഷ് ബലമല്ല നിന്റെയാണ്. ഓ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെയാണ്. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെയാണ്. കഴിവല്ല. ദൈവമക്കളെ, നിൻ കൃപയാണേ, ഇത് കൃപയാണ്, ഇത് കഴിവല്ല. ഈ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ കഴിയുന്നത് കഴിവല്ല, കൃപയാണ്. നാം ഇന്ന് ഒരുമിച്ച് പാടുന്നത് കഴിവല്ല, കൃപയാണ്. അർഹിക്കാത്ത സ്ഥാനത്തേക്ക് നാം പരാജിതനായി നിൽക്കുമ്പോൾ, നമുക്കെല്ലാം അസാധ്യമായി നിൽക്കുമ്പോൾ, നമുക്ക് വേണ്ടി സാധ്യതയായി ഇറങ്ങി വരുന്ന യേശുവിന്റെ സാന്നിധ്യം
നാം ഒരു അസാധ്യനായി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി യേശു സാധ്യമാകുന്ന ആ ദൈവശക്തി ഇപ്പോൾ ഓഹോ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ കഴിവല്ല നിൻ കൃപയാണേ ശാന്തരാമകലത ബലമല്ല നിൻ ദയയാണേ യേശുവേ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല ദയയാണേ. റോമാലേഖനം 8-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഒരുമിച്ച് ചേർന്ന് ആ വചനം ഒന്ന് പറഞ്ഞേ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പ്രതികൂലം ആര്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ദൈവം നമുക്ക് പ്രതികൂലം ആര്? ഇന്ന് നമ്മൾ ഒരുമിച്ച് ആ വചനത്തെ സ്വീകരിക്കുകയാണ്. ആമേൻ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എല്ലാവരും ചേർന്ന് ആ വചനം ഒന്ന് നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് പറയുക. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഓ ശാഖാറാബാര. ഈ വചനത്തെയാണ് നാം ഇപ്പോൾ അറിയുന്നത്. ഈ വചനത്തെയാണ് നാം ഇപ്പോൾ അറിയുന്നത്. ഈ വചനത്തെയാണ് നാം ഇപ്പോൾ അറിയുന്നത്. ഈ വചനത്തെയാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൽപ്പിക്കുന്നത്. ഈ വചനത്തെയാണ് നാം ഒരുമിച്ചിപ്പോൾ പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ സഭയെ യേശുവിന്റെ ശരീരമേ ഒരുമിച്ച് നമുക്കത് പ്രഖ്യാപിക്കാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവത്തിന്റെ വചനം ആമേൻ. റോമാലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയോട് പറയുന്ന ഒരു വലിയ ദൂതാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഇന്ന് പകൽ ഇന്ത്യ എന്ന രാജ്യത്തോട് ആമേൻ വളരെ വേദനയിലായിരിക്കുന്ന നമ്മുടെ ആമേൻ സഹോദരങ്ങളോട്, നമ്മുടെ സ്നേഹിതരോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോട് ഈ വചനം കൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ കൽപ്പിക്കുന്ന ദൂതിതാണ്. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. പ്രൈസ് യു ജീസസ്. ഈ സാഹചര്യത്തിലും ദൈവമക്കൾ അറിയണം, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ആമേൻ. ഒരുമിച്ച് അത് വിശ്വസിക്കുക. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ഒരുമിച്ചത് പറഞ്ഞ് എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവത്തിന്റെ അനുകൂലതയെ തിരിച്ചറിയുന്ന ഒരു പകലായി മാറട്ടെ. ദൈവത്തിന്റെ അനുകൂലതയെ തിരിച്ചറിയുന്ന ഒരു പകലായി മാറട്ടെ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ അനുകൂലത ഈ ഞായറാഴ്ച, എന്റെ ദൈവത്തിന്റെ അനുകൂലത. ഓ, അത് പറഞ്ഞ് എന്റെ ദൈവത്തിന്റെ അനുകൂലത, എന്റെ ദൈവത്തിന്റെ അനുകൂലത. ഓ ഷാഠാര, എന്റെ ദൈവത്തിന്റെ അനുകൂലത. ജീസസ്. എനിക്ക് അനുകൂലം. ഞങ്ങളുടെ കൂടെ ചേർന്ന് ആരാധിക്കാം. അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവം എനിക്ക് അനുകൂലം, ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ഓ, ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? എൻ ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ചേർന്ന് ആരാധിക്കാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ,
എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമേ എനിക്ക് അനുകൂലം. എല്ലാ ഭവനങ്ങളിലും ഈ വാക്ക് നന്നായി അറിയുന്നു ഞാൻ. എല്ലാ വീടുകളിലും ദൈവമേ എനിക്ക് അനുകൂലം. ഒരുമിച്ച് അത് പറഞ്ഞാരാധിക്കും. നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ഒരുമിച്ച് ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. all the family members, ദൈവം എനിക്ക് അനുകൂലം. HK family, നന്നായി അറിയുന്നു ഞാൻ. നിങ്ങളിപ്പോൾ അറിയേണ്ട കാര്യം, ദൈവം എനിക്ക് അനുകൂലം, നന്നായി അറിയുന്നു ഞാൻ. ഓ ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി. ഒരുമിച്ച് എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നിങ്ങൾക്കറിയാവോ, എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പറഞ്ഞേ, എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഈ ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ അവന്റെ സഭ ഈ ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ എന്നെ നടത്തുന്ന യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാണ്, എന്നെ നടത്തുന്ന യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ, എന്നെ നടത്തുന്ന യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ, ഞങ്ങളെ നടത്തുന്ന യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. ഈ ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഈ ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ എന്നെ നടത്തുന്ന യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ, നിങ്ങൾ ഇരിക്കുന്ന റൂമുകളിൽ എഴുന്നേറ്റ് നിന്ന് പറയണം, യേശുവത്രേ. ഓ നടത്തുന്ന യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ ശാഖാരലേ, എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി. എല്ലാവരും ചേർന്ന് എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ. എല്ലാ സാഹചര്യങ്ങളും മറന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാണ് നമുക്ക് പ്രതികൂലം എന്നതല്ല ഇവിടുത്തെ വിഷയം, ആരാണ് നിങ്ങൾക്ക് അനുകൂലം എന്നതാണ് ഇവിടുത്തെ വിഷയം. ആരാണ് നമുക്ക് പ്രതികൂലം എന്നതല്ല ഇവിടുത്തെ വിഷയം. ആരാണ് നമുക്ക് പ്രതികൂലം എന്നത് ഇവിടുത്തെ വിഷയമല്ല. ആരാണ് ഇവിടുത്തെ പ്രതികൂലം എന്നത് വിഷയമല്ല. ആരാണ് ഞങ്ങൾക്ക് അനുകൂലം എന്നതാണ് വിഷയം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധിക്കാം. ദൈവമേ എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമേ എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ
ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ഓഹോ, ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ചേർന്ന് ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ആരാണെന്ന് ഇവിടുത്തെ വിഷയമല്ല. कौन आपके विरुद्ध में खड़ा है यहाँ कोई विषय मायने नहीं रखता. എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരെന്ന് ഇവിടുത്തെ വിഷയമല്ല. मेरे विरुद्ध कौन खड़ा है वो मेरे लिए कोई विषय नहीं रखता. ഇന്നു പകൽ ദൈവത്തിന്റെ സഭ അറിയുന്നത് എനിക്ക് അനുകൂലമായി നിൽക്കുന്നത് ആരെന്നാണ്. खलीसिया ये जानना चाहिए कि खलीसिया के साथ कौन खड़ा है वो है प्रधान. സഭ ഇന്ന് അറിയേണ്ടത് പ്രതികൂലം ആരെന്നല്ല, मेरे विरुद्ध जो खड़ा है उसको ना देखिए, എന്റെ അനുകൂലം ആരെന്നാണ്. मेरे साथ जो खड़ा है वो है विषय. ഞാൻ കാണുന്നു, मैं देख रहा हूँ, ഞാൻ കാണുന്നു. मैं देख रहा हूँ. എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നവനെ അല്ല, मेरा विरुद्ध जो खड़ा है वो ഞാൻ नहीं, കാണുന്നു. मैं देख रहा हूँ. എനിക്ക് അനുകൂലമായി കർത്താവുണ്ട്. मेरे साथ मेरा ഓ, यीशु खड़ा ഇന്ന് है. ഒരുമിച്ച് പറഞ്ഞ എനിക്ക് അനുകൂലമായി കർത്താവുണ്ട്. मेरे साथ मेरा यीशु है. എനിക്ക് അനുകൂലമായി കർത്താവ് ഉള്ളപ്പോൾ मेरे साथ जब यीशु खड़ा है, എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ആര്? कौन मेरे विरुद्ध खड़ा रहने का हिम्मत करेगा? എന്റെ കൂടെ അതൊന്ന് പറയാൻ കഴിയുമോ? मेरे साथ कोई कोई वो बोले, എനിക്ക് അനുകൂലമായി കർത്താവുണ്ട്. मेरे साथ मेरे यीशु है. എനിക്ക് അനുകൂലമായി കർത്താവുണ്ട്. मेरा साथ मेरा यीशु है. എനിക്ക് അനുകൂലമായി കർത്താവുണ്ട്. मेरे साथ मेरा यीशु है. എനിക്ക് അനുകൂലമായി കർത്താവുണ്ട്. मेरा साथ मेरा यीशु ഈ है. ഞായറാഴ്ച എത്ര പ്രാവശ്യം പറയാൻ കഴിയുമോ അത്ര പ്രാവശ്യം പറഞ്ഞു. आज का दिन कितना बार आप ये बोल सकते हो उतना बार बोलिए. എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ആരെന്നല്ല, मेरा विरुद्ध में जो खड़ा है वो नहीं, എന്റെ പ്രതികൂലം ആരെന്നല്ല, मेरा विरुद्ध कौन है वो नहीं, അവൻ ആരെന്നല്ല, वो कौन है ये नहीं, എന്റെ കൂടെ നിൽക്കുന്നവൻ ആരെന്ന് मेरे എനിക്കറിയാം. साथ कौन है वो है यहाँ का നീ विषय. ശത്രുവിനെ ജയിക്കേണ്ടത്, मैं मेरे शैतान को कैसे जीतूं, പ്രതികൂലത്തെ തരണം ചെയ്യേണ്ടത്, मेरा प्रतिसंधियों को कैसा मैं ओवरकम നാം करूं, എങ്ങനെയാണ് പ്രതികൂലത്തെ ഓവർകം ചെയ്യേണ്ടത്. कैसे हमारा प्रश्न को ओवरकम करे. പ്രതികൂലം ആരെന്ന് കണ്ടിട്ടല്ല പ്രതികൂലത്തെ ഓവർകം ചെയ്യേണ്ടത്. हमारा प्रश्न को देखकर उसको ओवरकम करने ना देखिए. പ്രതികൂലത്തിന്റെ ആഴം, പ്രതികൂലത്തിന്റെ വലിപ്പം, പ്രതികൂലത്തിന്റെ ഉയരം, പ്രതികൂലത്തിന്റെ വർഷം ഇത് നോക്കിയിട്ടല്ല പ്രതികൂലത്തെ ജയിക്കേണ്ടത്. आपका प्रश्न को कितना पावर है ये देखकर उसको सामना करने मत रुको. പ്രതികൂലത്തെ ജയിക്കേണ്ടത് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് ആരാണെന്നുള്ള വെളിപ്പാടിലാണ്. आपका जो प्रश्न है उसको जीतने का एक ही सोल्यूशन है, आपके साथ में कौन खड़ा है वो जानिए. പ്രതികൂലം വർദ്ധിക്കുമ്പോൾ प्रश्न जब उठेगा അനുകൂലമായി നിൽക്കുന്നവൻ ആരാന്നറിയണം. साथ में कौन खड़ा है उसको जानिए. നിനക്കെതിരെ പ്രതിസന്ധി ഉയരുമ്പോൾ आपके सामने प्रश्न जब उठेगा നിന്റെ കൂടെ നിൽക്കുന്നവൻ ആരാന്ന വെളിപ്പാട് നിനക്കുണ്ടാകണം. आपके साथ कौन खड़ा है उसको जानिए. പ്രതികൂലത്തിന്റെ നടുവിൽ അപ്പോസ്തലൻ പറയുന്നു, प्रश्न के बीच में अपोस्तल बोल रहा है, ഞാൻ കാണുന്നു എനിക്ക് അനുകൂലമായി നിൽക്കുന്നവനെ. मैं देख रहा हूँ मेरे साथ जो ഈ खड़ा है. പകൽ ദൈവത്തിന്റെ സഭയെ मेरे सामने वे खलीसिया കാണുക. देखिए അനുകൂലമായി ആര്? आपके साथ कौन है वो. ചേർന്നു പാടി ആരാധിക്കുക. മറുവിടമായി എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ചേർന്ന് മറവിടമായി എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മരിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാതിടാൻ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ വഴി നടന്നു. ഇന്ന് വരികയില്ല അവൻ എന്നെ പിരിയുകില്ല, വലതു കൈ പിടിച്ചെന്നെ വഴി. ഓ വഴവിടമായി എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ മറന്നിടാതെ എനിക്കേശുണ്ട്,
മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതെ ഇവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ ഓ വഴികയില്ല വലന്നെ പിരികയില്ല വലതു കൈ പിടിച്ചെന്നെ ഓ വഴികയില്ല വലന്നെ പിരികയില്ല വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടും ഓ വഴികയില്ല വലന്നെ പിരികില്ല വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടും ആമേൻ വഴികയില്ല വലന്നെ പിരിയുകില്ല വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുമേ ഓ മറവിടമായി എനിക്കേശുണ്ട് മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട് മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട് ബൈബിൾ പറയുന്നു ഇഫ് ഗോഡ് ഹാസ് ഡിറ്റർമൈൻഡ് ടു സ്റ്റാൻഡ് വിത്ത് us എന്റെ ദൈവം എന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ बाइबल कह रहा है कि मेरा पिता मेरे साथ खड़े रहने का निश्चय किया है if God has determined to stand with us मेरा पिता मेरे साथ खड़ा रहने का निश्चय जब किया if my God has determined to stand with us मेरा पिता मेरे साथ खड़ा रहने का निश्चय जब किया tell me बोलिए 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 who then could ever stand against us कौन मेरा विरुद्ध खड़ा होगा tell me बोलिए who then could ever stand against us कौन मेरा विरुद्ध में खड़ा होगा എത്ര പേരെന്ന് പകൽ വിശ്വസിക്കും कितना लोग ये विश्वास करते हैं എത്ര പേർ വിശ്വസിക്കും कितना लोग ये विश्वास करते हैं സാഹചര്യം നിങ്ങൾക്ക് പ്രതികൂലമാകുമ്പോൾ आपका जो सिचुएशन है शायद आपको आपका प्रश्न के जैसा खड़ा होगा നമുക്ക് അനുകൂലമായി നിൽക്കുന്ന വചനത്തെ തിരിച്ചറിയുക आपका सामने खड़ा हुआ साथ खड़ा हुआ वचन को आप जानिए അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ പ്രതിസന്ധിക്കകത്തുനിന്ന് അദ്ദേഹം സംസാരിക്കുന്നു अपोस्तल पॉल कारागृह के अंदर बैठकर बोल रहा है അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു अपोस्तल पॉल कोरिन्थ जो सिटी है उसके अंदर बैठकर बोल रहा है അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കാഴ്ച കാണുന്നു जब वो प्रार्थना में थे वो बहुत बड़ा एक दर्शन देखा എന്റെ കൂടെ നിൽക്കുന്ന ദൈവം मेरे साथ खड़ा हुआ परमेश्वर ഓ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ आज आप जब प्रार्थना कर रहे ഓരോ ദൈവത്തിന്റെ പൈതലും കാണേണ്ടത് आज आप सब ये देखिए തലയിൽ കൊമ്പുള്ള പിശാചിനെ അല്ല सींग बड़ा कर जो शैतान है वो नहीं നാക്കും നീട്ടി നിനക്കെതിരെ വരുന്ന സാത്താനെ അല്ല आपके सामने खड़ा हुआ शैतान को नहीं നിന്നെ തകർക്കാൻ വരുന്ന പൈശാചിക ശക്തിയല്ല आपको रोकने के लिए आया हुआ शैतान को നീ नहीं പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ आज जब आप प्रार्थना में हो നീ ആരാധിക്കാനിരിക്കുമ്പോൾ आज जब वो आराधना में हो കാണുക देखिए നിനക്ക് അനുകൂലമായി എഴുന്നേറ്റ് നിൽക്കുന്ന आपके साथ खड़ा हुआ ക്രിസ്തുവിനെ मसीह को എത്ര പേർ കാണുന്നുണ്ട് कितना लोग ये देख रहे हैं എത്ര പേർ കാണുന്നുണ്ട് कितना लोग ये देख रहे हैं എനിക്ക് അനുകൂലമായി നിൽക്കുന്ന കർത്താവിനെ എത്ര പേർ കാണുന്നുണ്ട് मेरे साथ खड़ा हुआ परमेश्वर को कितना ഇന്ന് ഞങ്ങളെ കാണുന്ന 30-ലധികം ഫാമിലീസ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് 30 से अधिक लोग हमें देख रहे हैं आपको देखकर हम बोल रहे हैं നിങ്ങൾക്ക് വലിയ പ്രതികൂലം ഉണ്ടെന്നല്ല आपको बहुत बड़ा प्रश्न है ये നിങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടെന്നല്ല आपको बहुत बड़ा प्रश्न है ये नहीं അത് നാച്ചുറലായി നടക്കുകയാണ് वो नेचुरली सबको है അത് പറയാൻ ഞങ്ങളുടെ ആവശ്യമില്ല वो बोलने के लिए नहीं है आज हम അത് നിങ്ങൾക്ക് തന്നെ പറയാം वो आप खुद बोल सकते हैं ഞങ്ങൾക്കെതിരെ വലിയ പ്രതികൂലമുണ്ട് हमारे साथ बहुत बड़ा प्रश्न है പക്ഷെ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് സത്യമാണ് लेकिन आज सुबह हम आपसे एक सच्चाई को बांट रहे हैं നിങ്ങൾ കാണുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് आज आप देख रहे हो सब नेचुरल रेलम നിങ്ങൾ കേൾക്കുന്നത് ഇൻഫർമേഷൻസ് ആണ് आप जो सुन रहे हो वो इस दुनिया का പക്ഷെ information ഞങ്ങൾക്ക് है। സംസാരിക്കാനുള്ളത് റെവലേഷൻ ആണ് लेकिन आज हम प्रकाशन को आपसे बांटने जा रहे हैं എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഈ ശുശ്രൂഷ വളരെ ഭാരത്തിലിരിക്കുന്ന ഒരുപാട് പേർക്ക് ആശ്വാസവും ജീവനുമായി മാറാൻ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഫർമേഷൻ അല്ല ഇതിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മോട്ടിവേഷൻ അല്ല ഇതിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് റെവലേഷൻ ആണ് मेरे भाइयों जो हमें देख रहे हैं आपको चाहिए तो अपना दोस्तों को ये शेयर करके दीजिए क्योंकि आज का वचन जो है कोई मोटिवेशन या कोई मोटिवेट करने वाला वचन नहीं केवल परमेश्वर का रेवलेशन है परमेश्वर का रहस्य है അനേകം നിരാശകൾ ഇരിക്കുന്നവർക്ക് ഇതൊരു പ്രത്യാശയായി മാറട്ടെ बहुत लोगों को एक धैर्य बनकर आ रहा है അനേകം നിരാശ
നിരാശയിരിക്കുന്നവർ ഈ വചനത്താൽ പ്രത്യാശപ്പെടട്ടെ. बहुत लोगों को ये वचन धैर्य के साथ അപ്പോസ്തലൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് തനിക്ക് പ്രതികൂലമായി ആര് നിൽക്കുന്നു എന്നല്ല. अपोस्तल जब प्रार्थना में थे वो ये नहीं देखा कि उनके विरुद्ध में जो कौन खड़ा है. അദ്ദേഹം തന്റെ സാഹചര്യത്തിനകത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, उनका प्रार्थना जब वो प्रार्थना में थे, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ जब वो प्रार्थना में थे, അദ്ദേഹം ആത്മാവിൽ ഒരു കാഴ്ച കാണുന്നു. वो आत्मा में एक दर्शन देख रहा है. തന്റെ കരം പിടിച്ച് നിൽക്കുന്ന ദൈവത്തെ കാണുകയാണ്. उनका हाथ पकड़ कर खड़ा हुआ एक परमेश्वर को वो देख रहा है. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് വിരോധമായി നിൽക്കുന്ന COVID-19 അല്ല നീ കാണേണ്ടത്. आज आपके विरुद्ध में जो खड़ा हुआ कोविड को ना देखिए. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ശമ്പളമായ മരണത്തെ അല്ല നീ കാണേണ്ടത്. आपके विरुद्ध में जो मृत्यु खड़ा है उसको ना देखिए. നമ്മുടെ കാതുകളിൽ ആമേൻ ഭയാനകതകൾ സൃഷ്ടിക്കുന്ന ആമേൻ ഭയത്തിന്റെ വാർത്തകൾ അല്ല നീ പ്രാർത്ഥനയിൽ കാണേണ്ടത്. आपको डराने वाला जो न्यूज़ है उसको ना सुनिए. ഈ പ്രാർത്ഥനയിൽ നീ കാണുക, इस प्रार्थना में आप देखिए, എന്നെ വേർപിരിയാത്ത, मुझे छोड़े बिना, എന്നെ വിട്ടുകൊടുക്കാത്ത, मुझे छोड़े बिना, എന്നിൽ നിന്ന് 1% പോലും മാറി നിൽക്കാത്ത, मेरे से दूर खड़ा, എന്റെ കൂടെ നിൽക്കുന്ന मेरे साथ खड़ा हुआ എന്റെ കർത്താവിനെ ഞാൻ കാണുന്നു. मेरा परमेश्वर को मैं देख रहा हूं. ഇത് കണ്ട പൗലോസ് ചോദിക്കുകയാണ്, ये देखता हुआ पौलुस बोल रहा है, tell me, बताओ, tell me, बताओ, if God has determined to stand with us, जब परमेश्वर खुद मेरे साथ खड़ा रहने का निश्चय who किया, then could ever stand against us? ऐसा कौन है जो मेरा विरुद्ध खड़ा होगा? ഈ പകൽ ചോദിക്കുക, tell me. आज सुबह पूछिए कौन എന്റെ കൂടെ ഇരിക്കും. ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ടു ദൂരെ പോകില്ല. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പിശാചിനെ കണ്ടത് മതിയാക്കുക. आपके विरुद्ध में जो खड़ा हुआ शैतान को देखा हुआ वो सब बंद कीजिए. അവൻ നിങ്ങളുടെ പ്രതിയോഗി തന്നെയാണ്. वो आपका विरुद्ध में है, सच है. അവൻ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ്. वो आज भी आपका विरुद्ध में ही है. അത് കാണുവാനല്ല ഇന്ന് പകൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. लेकिन वो देखने के लिए नहीं आज हम यहाँ पे खड़े हैं. എനിക്ക് അനുകൂലമായി ദൈവം നിർത്തിയ ഒരു പുത്രനുണ്ട്. मेरे साथ खड़ा रहने के लिए परमेश्वर ने रखा हुआ एक पुत्र को. എന്റെ അകത്ത് വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. मेरे अंदर रहने वाले एक पवित्र आत्मा को. എപ്പോഴാണോ ഒരു ദൈവഭക്തൻ ഇത് കാണാൻ തുടങ്ങുന്നത്, जब एक इंसान ये देखने लगा, അപ്പോൾ അവൻ പ്രശ്നത്തെ അതിജീവിക്കാൻ തുടങ്ങും. जब एक इंसान ये देखता है वो सभी सिचुएशन को ओवरकम करता है. എപ്പോഴാണോ ഒരു ക്രിസ്തുവിന്റെ മനുഷ്യൻ ഈ വെളിപ്പാടിലേക്ക് വരുന്നത്, जब एक इंसान ये रेवलेशन ये प्रकाशन में जब आता है, അപ്പോൾ അവൻ ഒരു ഓവർകമറായി മാറും. वो एक ओवरकमर बनकर बढ़ता है. ഇന്നെ കാണുന്ന 30-ലധികം ജനസമൂഹമേ, you are a overcomer in this generation. आज मुझे देखे हुए 30 से अधिक लोग, आप एक ओवरकमर हो. സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുക, आपका सिचुएशन को ओवरकम करने के लिए, നിരാശകളെ ഓവർകം ചെയ്യുക, आपका प्रश्न को ओवरकम करने, രോഗത്തെ ഓവർകം ചെയ്യുക. रोगों को ओवरकम करने के लिए എന്റെ അകത്തൊരു ശക്തിയുണ്ട്. मेरे अंदर एक शक्ति എന്റെ है. അകത്തൊരു ശക്തിയുണ്ട്. मेरे अंदर एक सामर्थ्य है. ഏതാണ് ആ ശക്തി? कौन है वो सामर्थ्य? എന്റെ കൂടെ കുടുംബക്കാരുണ്ടെന്ന ധൈര്യമല്ല, मेरे साथ खड़े रहने के लिए मेरे फैमिली है ये नहीं. എന്റെ കൂടെ ക്രിസ്തു ഉണ്ടെന്ന ധൈര്യം. मेरे साथ मसीह है ये. എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. मेरा परमेश्वर मेरे साथ है. ആ കരം ഉയർത്തി നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ ശബ്ദം ഉയർത്തി പറഞ്ഞ്, ഞാൻ അറിയുന്നു, ഞാൻ കാണുന്നു, എന്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ്. हाथों को उठाकर बोलिए, मेरा परमेश्वर मेरे साथ है. प्यारे यीशु, तुझ बिन मैं जी ना पाऊंगा. मेरे पास ही रहना प्यारे यीशु, तुझ बिन मैं जी ना पाऊंगा. എന്റെ കൂടെ ഇരിക്കും. ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ടു ദൂരെ പോകില്ല. എൻ കൂടെ ഇരിക്കും. ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ടു ദൂരെ പോകില്ല. Hallelujah, 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 hallelujah,
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുനീരിൻ സമയത്തൻ അമ്മയായിടും, ഞെരുക്കത്തിൻ സമയത്തൻ അപ്പനായിടും. കണ്ണുനീരിൻ സമയത്തൻ അമ്മയായിടും, ഞെരുക്കത്തിൻ സമയത്തൻ അപ്പനായിടും. കണ്ണുനീരിൻ സമയത്തൻ അമ്മയായിടും, ഞെരുക്കത്തിൻ സമയത്തെ അപ്പനായിടും. ചേർന്ന് പറയാമോ? കണ്ണുനീരിൻ സമയത്തൻ അമ്മയായിടും, ഞെരുക്കത്തിൻ സമയത്തെ അപ്പനായിടും. ആ പദം ഒരിക്കൽ കൂടെ. കണ്ണുനീരിൻ സമയത്തെ അമ്മയായിടും, ഞെരുക്കത്തിൻ സമയത്തെ അപ്പനായിടും. എന്റെ കൂടെയിരിക്കും ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ടു ദൂരെ പോകില്ല. എൻ കൂടെയിരിക്കും ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ടു ദൂരെ എൻ കൂടെയിരിക്കും ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ട് ദൂരെ പോകില്ല. എൻ കൂടെയിരിക്കും ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ട് സമയത്ത് ജീവനായി. ഓഹോ സമയത്തിൻ അപ്പനായി. മരണത്തിൻ സമയത്ത് ജീവനായി, ഞെരുക്കത്തിൻ സമയത്തിന്റെ അപ്പൻ ആയിടും. മരണത്തിൻ സമയത്ത് ജീവനായിടും, ഞെരുക്കത്തിൻ സമയത്ത് അപ്പനായിടും. എന്റെ കൂടെയിരിക്കും ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ട് എന്റെ കൂടെയിരിക്കും ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ടു ദൂരെ പോകില്ല. എന്റെ കൂടെ ഓ യേശുവേ, അങ്ങേ വിട്ടു ദൂരെ പോകില്ല. യേശുവേ, എന്റെ കൂടെ ഓ ഞാൻ അങ്ങേ. എനിക്ക് അനുകൂലമായി നിൽക്കുന്ന ആ ദൈവത്തെ ഞാൻ അറിയുന്നു. എനിക്ക് അനുകൂലമായി നിൽക്കുന്ന ദൈവത്തെ ഞാൻ അറിയുന്നു. मेरे साथ जो खड़ा है उस परमेश्वर को मैं जान रहा हूँ. എനിക്ക് പ്രതികൂലമായി ആയിരങ്ങൾ ഉണ്ടായാലും मेरे विरुद्ध में अगर हजारों लोग खड़ा हो, എനിക്ക് അനുകൂലമായി ഒരാളുണ്ട്. मेरे साथ खड़ा रहने के लिए एक व्यक्ति है. എനിക്ക് പ്രതികൂലമായി 10,000 ഉണ്ടായാലും मेरे विरुद्ध में हजारों लोग शायद, എനിക്ക് അനുകൂലമായി ഒരാൾ ഉണ്ട്. मेरे साथ खड़े रहने के लिए एक व्यक्ति है. ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത് मैं अपना मसीह जीवन जब आरंभ किया, നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തുവുമായിട്ടുള്ള ജീവിതം ആരംഭിച്ചത്, आप लोग जब आपका मसीह जीवन शुरू किया, നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്, जब आपने मसीह को स्वीकार किया, നിങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടായ്മയോട് ഏകീഭവിച്ചത്, जब उस मसीह के साथ एक जीवन आप जीने शुरू किया, നിങ്ങൾക്ക് പ്രതികൂലം എന്തെന്നറിഞ്ഞപ്പോഴല്ല,
आपके विरुद्ध में कौन खड़ा है वो देखकर നിങ്ങളുടെ नहीं। പ്രശ്നം ഭയാനകമായത് ആ സമയത്തുമല്ല, आपका सिचुएशन बहुत बुरा हुआ वो समय में നിങ്ങൾ ക്രിസ്തുവിനുള്ള കൂട്ടായ്മ അനുഭവിക്കാൻ തയ്യാറായത് जब आप मसीह के साथ जीने के लिए जब रेडी हुए, ദൈവം നിങ്ങളുടെ കൂടെ തന്റെ പുത്രനെ നിർത്താൻ ദൈവം തീരുമാനിച്ചു എന്ന സത്യത്തിന്റെ തിരിച്ചറിവിലാണ്. आप परमेश्वर वो परमेश्वर आपके साथ खड़ा रहने के लिए जब निश्चय किया, इसलिए आपने उस परमेश्वर को स्वीकार किया। എനിക്ക് പ്രതികൂലം ആരെ എന്ന് നോക്കിയിട്ടല്ല ഞാൻ ക്രിസ്തുവിലേക്ക് കയറിയത്, आपके विरुद्ध में कौन खड़ा है वो देखकर नहीं, എനിക്ക് അനുകൂലം ആരെ എന്ന വെളിപ്പാടിലാണ് ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചത്. आपके साथ में कौन खड़ा है वो देखकर आप मसीह। ഒന്ന് ഞാൻ പറയാം, एक चीज मैं बोल रहा हूँ, ഇതുപോലെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവം ഈ ഭൂമിയിലില്ല. ऐसा एक व्यक्ति और दुनिया में ना होगा जैसा परमेश्वर है। ഏതൊരവസ്ഥയിലും कोई भी सिचुएशन അവൻ നിനക്ക് അനുകൂലമാണ്. वो आपके साथ खड़ा है। എന്റെ കൂടെ ഇരിക്കും ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ട് ദൂരെ പോകില്ല. ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ ബ്രദർ ജതിൻ ഇത് ഇത്രയും കൺഫേം ആയിട്ട് പറയുന്നത്? मैं क्यों इतना कंफर्मेशन के साथ ये बोल रहा हूँ? ഏത് പ്രതികൂലം വന്നാലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് എന്താ ഇത്ര കൺഫേം ആയിട്ട് പറയുന്നത്? कोई भी सिचुएशन क्यों ना आने पाए, मेरे साथ मेरा परमेश्वर खड़ा है करके मैं क्यों ഏത് കൂരിരുൾ താഴ്വരയിലൂടെ നടന്നു പോയാലും അവൻ എന്റെ കൂടെ ഉണ്ടെന്ന് ദാവീദ് ഇത്രയും ധൈര്യത്തോടെ പാടാൻ കാരണം എന്താണെന്നറിയോ? कोई भी मृत्यु का जो निचाई है उसके अंदर भी परमेश्वर मेरे साथ है कर दावीद ने क्यों कहा? ഏത് വലിയ കാരാഗ്രഹത്തിലും ഞാൻ ക്രിസ്തുവിലാണെന്ന് പറയുവാൻ അപ്പോസ്തലനെ ധൈര്യപ്പെടുത്തിയ വെളിപ്പാടെന്താണെന്നറിയോ? कोई भी खेत के अंदर अपोस्तल ऐसा क्यों कहा कि परमेश्वर मेरे साथ है? ഏത് പ്രതിസന്ധിയിലും ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ അഭിഷക്തന്മാരെ ധൈര്യപ്പെടുത്തിയ വെളിപ്പാടെന്താണെന്നറിയോ? कोई भी सिचुएशन में भी परमेश्वर मेरे साथ है कर ये रेवलेशन बोलने के लिए उनके अंदर आया वो धैर्य क्या है? ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിച്ചു, वचन हमको सिखा रहा है, നീ ദൈവത്തിന് ശത്രുവായിരുന്നപ്പോൾ, जब परमेश्वर के सामने आप एक एनिमी थे, നീ ദൈവത്തിന് जब ശത്രുവായിരുന്നപ്പോൾ परमेश्वर के सामने आप एक एनिमी थे, അവൻ നിന്നെ സ്നേഹിച്ചു. वो आपको स्वीकार किया। നീ ദൈവത്തിന് എതിരായിരുന്നപ്പോൾ जब परमेश्वर के साथ आप सेपरेटेड थे, ആ ദൈവം നിന്നെ സ്നേഹിച്ചു. वो परमेश्वर आपको प्यार किया। നീ ദൈവവുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്നപ്പോൾ, आप और परमेश्वर के बीच में कोई रिलेशन जब नहीं था, താങ്കളെ പുത്രൻ പിതാവുമായി നിരപ്പിച്ചു. वो पिता पुत्र के साथ आपको खड़ा किया। ആ പദങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ये वचन को जरा ध्यान से सुनिए। റോമാലേഖനം 5-ാം അധ്യായത്തിൽ അഭിഷക്തൻ പറയുന്നു, रोमा का जो पत्री है उसका 5वां अध्याय में अभिषेक ऐसा बोल रहा है, ഞാൻ ദൈവത്തിന് ശത്രുവായിരുന്നപ്പോൾ जब मैं परमेश्वर के साथ विरुद्ध में था, എന്റെ ദൈവം എന്നെ സ്നേഹിച്ചു. वो परमेश्वर मुझे प्यार किया। എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? क्या है उसका मतलब? സ്നേഹിക്കപ്പെടുവാൻ 1% പോലും നിന്റെ ഉള്ളിൽ ഇല്ലാതിരുന്നപ്പോൾ, 1% भी नहीं था कि परमेश्वर मुझे प्यार करे। ദൈവം സ്നേഹിക്കേണ്ട 1% പോലും നിന്റെ ഉള്ളിൽ സ്നേഹിക്കപ്പെടേണ്ട കാര്യം ഇല്ലാതിരുന്നപ്പോൾ, परमेश्वर मुझे प्यार करे कर 1% भी एक अच्छाई मेरे अंदर नहीं था। നിന്റെ ജീവിതത്തിൽ എല്ലാം ദൈവത്തിൽ നിന്ന് വെറുക്കപ്പെടുന്ന, ദൈവത്തിൽ നിന്ന് അടർന്നു പോകുന്ന, ദൈവവുമായി ഒരു ബന്ധവും ഇല്ലാതെയാക്കുന്ന പാപത്തിന്റെ സ്വഭാവം മാത്രം നിന്നിൽ ഉണ്ടായിരുന്നപ്പോൾ, मेरे अंदर जब पाप का स्वभाव भरपूरी रीति से जब था, ആ ശരീരം പറയുന്നു ദൈവത്തെ സ്നേഹിക്കാൻ ഈ ബോഡിക്ക് കഴിവില്ല. वो शरीर कह रहा है कि परमेश्वर को प्यार करने या स्वीकार करने इस बॉडी को नहीं होगा। ഈ ജഡ മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവില്ല. इस बॉडी को उस परमेश्वर को स्वीकार करने नहीं होगा। ജഡത്താൽ നിയന്ത്രിക്കുന്നത് മരണമാണ്. ये इसके अंदर से आया वो रिजल्ट मृत्यु है। ഈ ഫ്ലഷ്, ഈ ജഡ മനുഷ്യന്റെ ആമേൻ ഒരിക്കലും ദൈവത്തെ ആരാധിക്കാനുള്ള കഴിവില്ല. ये जो बॉडी है वो कभी भी परमेश्वर का आराधना नहीं कर सकती। ഈ പഴയ മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവില്ല. ये इंसान को कभी भी परमेश्वर को आराधना नहीं कर सकती, കാരണം അതിനകത്ത് വ്യാപരിക്കുന്നത് പാപമാണ്. क्योंकि इस शरीर के अंदर पाप भरा है। അപ്പോൾ ഇതിനകത്തുനിന്ന് ദൈവത്തെ സ്നേഹിക്കാൻ അതിന് എബിലിറ്റി ഇല്ല. इसके अंदर से परमेश्वर स्वीकार करे ऐसा नहीं हो പക്ഷെ सकता। മനുഷ്യൻ ശ്രമിക്കുകയാണ്. लेकिन मनुष्य ट्राई कर അവന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ്. मनुष्य ट्राई कर रहा है, അവൻ ട്രൈ वो ചെയ്തുകൊണ്ടിരിക്കുന്നു. ट्राई करते रहे, പക്ഷെ അവൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. लेकिन वो पराजय बनते അവന്റെ जा रहा है। ശരീരത്തിന് ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവില്ല. उसके शरीर को परमेश्वर को स्वीकार करने का एक कैपेसिटी नहीं है, കാരണം അവനെ നിയന്ത്രിക്കുന്നത് ആത്മാവല്ല, ജഡമായിരുന്നു. क्योंकि उसको जो नियंत्रण है वो फ्लैश है। ആ മനുഷ്യന്റെ അകത്ത് ദൈവത്തോട് സ്നേഹിക്കാൻ അവന് കഴിവില്ലാതെ പോയപ്പോൾ,
ആ മനുഷ്യന്റെ അകത്തുനിന്ന് ദൈവത്തോട് സ്നേഹിക്കാൻ അവന് കഴിവില്ലാതെ പോയപ്പോൾ, मनुष्य के भाग से परमेश्वर को प्यार ना करने का कोई बल जब नहीं था, അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹം അവന് പ്രകടിപ്പിക്കാൻ കഴിവില്ലാതെ പോയപ്പോൾ, जब पर इंसान के अंदर, मनुष्य के अंदर जो प्यार है वो प्रकट करने के लिए जब नहीं था, ആ വ്യക്തിയെ സ്നേഹിക്കാൻ वो व्यक्ति को स्वीकार എന്റെ करने, ദൈവത്തിന് കഴിവുണ്ടായിരുന്നു. वो परमेश्वर रेडी हुआ. മനുഷ്യന് അത് ചെയ്യുവാൻ എബിലിറ്റി ഇല്ലായിരുന്നു. मनुष्य को कितना भी देखे वो परमेश्वर के सामने नहीं आ सकता, പക്ഷെ ദൈവത്തിന് ശത്രുവായ നിന്നെ, लेकिन परमेश्वर के भाग से देखो, आप एक मृत्यु के പാപത്തിനകത്ത് ജീവിച്ച നിന്നെ, पाप के अंदर जीव हुए आपको, ദൈവവുമായി സംബന്ധമില്ലാതിരുന്ന നിന്നെ परमेश्वर के साथ कोई भी रिलेशन नहीं है, उससे സ്നേഹിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമായിരുന്നു. परमेश्वर फिर भी आपसे प्यार किया. ദൈവത്തിന് മാത്രം ചെയ്യാമായിരുന്ന കാര്യം എന്റെ ദൈവം ചെയ്തു. परमेश्वर को ही कर सकता वो कार्य उन्होंने किया. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. परमेश्वर को ही केवल कर सकता वो कार्य मेरे साथ उन्होंने किया. ഒരിക്കലും രക്ഷ മനുഷ്യന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കലും നീതി മനുഷ്യന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കലും രക്ഷ മനുഷ്യന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, ക്രൂശിതു ശത്രുവാ ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിതു ശത്രുവാ ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പ എന്നെ മാനിപ്പ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പ, ഇതു കൃപയദാ യേശുവേ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, മനുഷ്യന് രക്ഷ അനുഭവിക്കാൻ മനുഷ്യന് കഴിവില്ലായിരുന്നപ്പോ, मनुष्य को कभी भी उस रक्षा को स्वीकार करने, जब മനുഷ്യന് സ്വന്തമായി പ്രവർത്തിച്ച് നീതീകരിക്കപ്പെടാൻ മനുഷ്യന് കഴിവില്ലാതിരുന്നപ്പോ, खुद का प्रयत्न से उस रक्षा को, उस नीति को प्राप्त ना कर सके, उस स्टेज में जब मनुष्य था, മനുഷ്യന് പ്രവർത്തിച്ച് ദൈവവുമായി നിരപ്പിക്കപ്പെടാൻ മനുഷ്യന് കഴിയാതെ പോയപ്പോ, खुद ट्राई कर उस परमेश्वर के साथ खड़े रहने का कोई भी कैपेसिटी उस इंसान के अंदर नहीं था. മനുഷ്യന് പ്രവർത്തിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെടാൻ മനുഷ്യന് കഴിയാതെ പോയപ്പോ, मनुष्य के प्रयत्न से कभी भी उस परमेश्वर के सामने वो खड़ा नहीं हो सकता. മനുഷ്യൻ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മാനവ സമൂഹം സമ്മതിച്ചപ്പോൾ, मनुष्य को कभी भी ये कार्य नहीं हो सकता कर दुनिया जब बोला, സ്വർഗത്തിലെ എന്റെ അപ്പൻ പറഞ്ഞു, स्वर्ग का मेरा पिता ने कहा, നിനക്കിതൊന്നും ചെയ്യാനുള്ള കഴിവില്ല, खुद से ये कुछ नहीं हो പക്ഷെ सकता, ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യും. लेकिन मैं तेरे लिए ये करूंगा, ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യും. मैं तेरे लिए ये करूंगा. யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே, എനിക്ക് വേണ്ടി എന്റെ സ്വർഗം തയ്യാറായി. யாரும் அறியாத என்னை എനിക്ക് വേണ്ടി എന്റെ പിതാവ് തയ്യാറായി. എനിക്ക് വേണ്ടി എന്റെ പുത്രൻ തയ്യാറായി. தேடி வந்த എനിക്ക് വേണ്ടി പരിശുദ്ധ റൂഹ തയ്യാറായി. യാരും അറിയാതെ എന്നെ നന്നായി അറിഞ്ഞ് തേടി வந்த நல்ல நேசரே, ആരും അറിയാത്ത എന്നെ നന്നായി അറിഞ്ഞ് തേടി വന്ന നല്ല യേശുവേ. ആരും അറിയാത്ത എന്നെ നന്നായി അറിഞ്ഞ് തേടി വന്ന നല്ല പിതാവേ. ഉമ്മഴകാന കൺകൾ
என்னை கண்டதாலே முடிந்து என்று நினைத்த நான் உயிர் வாழ்கின்றேன். உம்மழகான கண்கள் என்னை கண்டதாலே முடிந்து என்று நினைத்த நான் ഉയിർ வாழ்கின்றேൻ. അപ്പൊ ജതിൻ ബ്രദർ, എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ मैं कुछ भी करने का जो अवसर मेरे എന്റെ ദൈവം തീരുമാനിച്ചു, परमेश्वर ने ये किया, ഞങ്ങൾ അവന്റെ കൂടെ നിൽക്കും. मैं उसके साथ खड़ा होऊंगा. തീരുമാനിച്ചത് എന്റെ ദൈവമാണ്. जो निर्णय किया वो मेरा परमेश्वर है. പരാജയപ്പെട്ട മനുഷ്യന്റെ കൂടെ जो पराजित के अंदर बेटा वो मनुष्य को देकर ദൈവം തന്റെ പുത്രനെ നിർത്തി. परमेश्वर ने उनका पुत्र को खड़ा किया. നിങ്ങൾ ആ ചിത്രം ഒന്ന് കണ്ടേ. क्या आप वो चित्र को देख सकते हैं? 2021 വർഷങ്ങൾക്ക് മുൻപ് 2021 साल से पहले ഗലീലയുടെ 20 പട്ടണങ്ങളിൽ गलीला का जो सिटी में പരാജയപ്പെട്ട കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. पराजय के अंदर बेटा वो कोई बहुत लोगों को हमने देखा. രാവന്തിയോലം പണിതെടുത്തിട്ടും ഒരു മീൻ പോലും പിടിക്കാൻ കഴിയാതെ പരാജിതനായി വള്ളവും വലയുമായി നിന്ന ഒരു പത്രോസിനെ ഞാൻ കണ്ടു. रात को पूरा प्रयत्न किया लेकिन एक मछली भी नहीं पकड़ सका वो पत्रोस को हमने ആ देखा. ഗലീല കടലിന്റെ തീരത്ത് ഒരു പ്രഭാതത്തിൽ ഞാൻ കണ്ടു പരാജയപ്പെട്ട ഒരു മനുഷ്യൻ നിൽക്കുന്നു. उसी गलीले के अंदर मैंने देखा कि एक इंसान जो पराजय के अंदर बैठा है. പരാജയപ്പെട്ട പടകും പരാജയപ്പെട്ട വലയും പരാജയപ്പെട്ട പത്രോസ് ഒരു പരാജയത്തിനകത്ത് നിൽക്കുന്ന ഒരു കാഴ്ച. पराजय के अंदर बैठा हुआ एक पत्रोस को हम देखे. എന്നാൽ പരാജയപ്പെട്ട പത്രോസിന്റെ കൂടെ എന്റെ കർത്താവ് കയറി നിൽക്കാൻ തീരുമാനിച്ചു. लेकिन उस पराजय के अंदर बैठा हुआ पत्रोस के साथ मसीह खड़ा रहना. പരാജയപ്പെട്ട പത്രോസിന്റെ പടകിലേക്ക് എന്റെ കർത്താവ് കയറി നിൽക്കാൻ തീരുമാനിച്ചു. पराजय के अंदर बैठा हुआ पत्रोस के साथ परमेश्वर खड़ा रहना. പരാജയപ്പെട്ട പത്രോസും അവൻ ജയവീരനായ പുത്രനും ആ ഗലീല കടലിൽ ആ പടകിന്റെ മുകളിൽ ഒരുമിച്ച് നിന്നപ്പോൾ ലോകം ഇതുവരെ കാണാത്ത ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളായി പത്രോസ് മാറി. पराजय के अंदर बैठा हुआ पत्रोस और सर्वशक्तिमान मेरा मसीह एक साथ जब खड़ा हुआ उस गलीला देखा एक नया अध्याय को. അതൊരു തുടക്കമായിരുന്നു. वो एक स्टार्टिंग അതൊരു തുടക്കമായിരുന്നു. वो एक आरंभ പിന്നെ था. ഞാൻ കണ്ടു मैंने देखा ലോകം വലിച്ചെറിഞ്ഞവനെ, जो लोग दुनिया को നിയമം വലിച്ചെറിഞ്ഞവനെ नियम ने जो അവന്റെ കൂടെ പുത്രൻ നിൽക്കാൻ തയ്യാറായി. जो भी लोग इस दुनिया में कुछ में नहीं थे उसके साथ खड़ा रहना परमेश्वर ने स्वीकार. ആരുടെ കൂടെയൊക്കെ ഈ പുത്രൻ കയറി നിന്നോ किसी के साथ जब मसीह ने बैठा हुआ അവരെല്ലാം ജയാളികളായി മാറി. कोई लोगों के साथ जब मसीह खड़ा हुआ वो सब एक जयवंत बनकर खड़ा हुए. നരകത്തിന് വിധിക്കപ്പെട്ടു എന്ന് നിയമം എഴുതി വച്ച ചുങ്കക്കാരന്റെ കൂടെ എന്റെ യേശു കയറി നിന്നപ്പോൾ मृत्यु को ही केवल लिखा हुआ इंसान के साथ जब परमेश्वर ने खड़ा रहना അവൻ ഒരു ജയമായി മാറി. वो इंसान एक जय बनकर അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മരണവും കൊണ്ട് ഒരു വ്യഭിചാരി സ്ത്രീയെ കൊല്ലാൻ കൊണ്ടുവന്ന ജനസമൂഹത്തിന്റെ മേൽ അവൾക്ക് വേണ്ടി എന്റെ കർത്താവ് കയറി നിന്നപ്പോൾ അവൾ ഒരു നീതിയായി മാറിയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ജോ एक स्त्री को पत्थर मारकर मार डालो करके ये नियम को लेके जो लोग खड़े थे वो स्त्री के साथ जब परमेश्वर खड़ा रहना स्वीकार किया उस स्त्री का हिस्ट्री चेंज हुआ. നരകപുത്രനെന്ന് വെല്ലുവിളിച്ച് നരകപുത്രന് വിളിപ്പേര് കൊടുത്ത യെരിഹോവിലെ ചുങ്കക്കാരുടെ കളക്ടറായ സക്കായിയെ കാട്ടത്തി മരത്തിന്ന് വലിച്ചിറക്കി നരകപുത്രനെന്ന് യെരിഹോക്കാര് വിളിച്ച ആ സക്കായിയുടെ കൂടെ കയറി നിൽക്കാൻ പുത്രൻ തയ്യാറായപ്പോൾ നരകപുത്രന്റെ കൂടെ സ്വർഗത്തിന്റെ പുത്രൻ കയറി നിന്നപ്പോൾ നരകപുത്രൻ ദൈവത്തിന്റെ പുത്രനായി മാറിയത് ഞാൻ വായിച്ചു. Amen. Hallelujah. एक इंसान जो ज़काई था वो नरक को विधि बनकर एक वचन ऐसा लिखा है. वो इंसान के साथ जब परमेश्वर खड़ा रहना स्वीकार किया वो इंसान के साथ जब परमेश्वर खड़ा हुआ दुनिया देखा एक नया अध्याय एक नया आरंभ को. ആ പദം അങ്ങനെ തന്നെ പറയണം. യെരിഹോക്കാര് സക്കായിയെ വിളിച്ചത് ദ സൺ ഓഫ് ഹെൽ, നരകപുത്രൻ എന്നാണ്. നരകപുത്രനെ ഈ ദൈവത്തിന്റെ പുത്രൻ വിളിച്ചിറക്കി. जो यरीहो का जो लोग था सभी लोग ज़काई को देखकर ऐसा कहा कि ये द सन ऑफ हेल है, नरक का पुत्र है.
ദൈവത്തിന്റെ പുത്രൻ സൺ ഓഫ് ഹെല്ലിനെ സൺ ഓഫ് ഗോഡ് വിളിച്ചിറക്കി. और वो परमेश्वर का बेटा, वो परमेश्वर का पुत्र जो सन ऑफ हेल था, नरक का जो पुत्र था, उसको उसके साथ खड़ा किया. സൺ ഓഫ് ഹെല്ലായ സക്കായിയുടെ കൂടെ ആർക്കും നിൽക്കാൻ കഴിയില്ല. എല്ലാവരും അവനെ റിജക്ട് ചെയ്തു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ നരകപുത്രന്റെ കൂടെ ഇനി നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരാൾക്കേ കഴിയൂ. അത് ദൈവത്തിന്റെ പുത്രന് മാത്രമാണ്. नरक का जो पुत्र जो जकाई है, उसके साथ कोई भी इंसान नहीं खड़ा हुआ, लेकिन उस सिचुएशन के अंदर, वो लेवल के अंदर मसीह उसके साथ खड़ा हुआ. കാട്ടത്തി മരത്തിന്റെ മുകളിൽ നിന്ന് നരകപുത്രൻ എന്ന് വിളിപ്പേര് കൊടുത്ത സക്കായിയെ വലിച്ചിറക്കിയിട്ട് യേശു പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനും നീയും തമ്മിൽ ഇന്നൊരു കൂട്ടായ്മയുണ്ട്. എവിടെ? ആലയത്തിനകത്തല്ല, നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി ഞാൻ നിൽക്കാൻ പോവുക. ദൈവപുത്രൻ നരകപുത്രന് വേണ്ടി നിന്നപ്പോ നരകപുത്രൻ ദൈവത്തിന്റെ പുത്രനായി മാറിയത് എനിക്കറിയാം. नरक का जो पुत्र जो जकाई है, वो एक पेड़ के ऊपर बैठा समय परमेश्वर ने कहा, मैं तेरे साथ आज बसना चाहता हूं, मैं तेरे साथ आज जीना चाहता हूं. वो एक वचन जो नरक का पुत्र था, उसको स्वर्ग का पुत्र बना दिया. ദൈവത്തിന്റെ പുത്രൻ ആരുടെ കൂടെ കയറി നിന്നിട്ടുണ്ടോ? जो स्वर्ग का जो तो पुत्र है, वो किसके भी साथ അവരെല്ലാം ഒരു അത്ഭുതമായി മാറി. कोई लोगों के साथ जब मसीह खड़ा हुआ, वो सब एक अद्भुत बन എന്നാൽ गया. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, लेकिन वही वचन आज आपसे हम कहते हैं, പത്രോസിന് വേണ്ടി നിന്നവൻ, पत्रोस के साथ खड़ा हुआ, സക്കായിക്ക് വേണ്ടി നിന്നവൻ, जक्काई के लिए खड़ा हुआ യോഹന്നാന് मसीह, വേണ്ടി നിന്നവൻ, യോഹന്നാ के लिए खड़ा हुआ मसीह, തോമസിന് വേണ്ടി നിന്നവൻ, थॉमस के साथ खड़ा हुआ मसीह, കാനായിലെ കല്യാണ വീട്ടിലെ ശൂന്യതയിൽ കയറി നിന്നവൻ, काना का जो वेडिंग था, उसके अंदर बड़ा हुआ ये मसीह, ലാസറിന്റെ കല്ലറയിൽ ലാസറിന് വേണ്ടി കയറി നിന്നവൻ, लासर के साथ खड़ा हुआ मसीह. ഇതാ ക്രൂശിൽ यहाँ क्रूस में സകല മാനവലോകത്തിനും വേണ്ടി सभी इंसानों के लिए എന്റെ കർത്താവ് നിൽക്കുക. मेरा मसीह रुक रहा है. ധൈര്യത്തോടെ വിളിച്ചു പറ, അത് എനിക്ക് വേണ്ടി നിൽക്കുക, धैर्य के साथ बोलिए, वो मेरे लिए അത് है, എനിക്ക് വേണ്ടി നിൽക്കുക. वो मेरे लिए है. സ്വർഗം പറയാ, നിന്റെ കൂടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നത്? परमेश्वर कह रहा है कि मैं तेरे साथ रुकने के लिए निश्चय किया हूँ, इसलिए कौन तेरे विरुद्ध खड़ा होगा? നിനക്ക് വേണ്ടി പിതാവ് തന്റെ പുത്രനെ നിർത്തി. तेरे लिए, आपके लिए पिता ने उसके पुत्र को रुका. പത്രോസിന്റെ കൂടെ പുത്രൻ നിന്നപ്പോൾ പത്രോസ് ഒരു അത്ഭുതമായെങ്കിൽ, पत्रोस के साथ जब पुत्र खड़ा हुआ, पत्रोस एक अद्भुत बना. സക്കായിയുടെ കൂടെ പുത്രൻ നിന്നപ്പോൾ സക്കായി ഒരു അത്ഭുതമായെങ്കിൽ, जक्काई के साथ जब पुत्र खड़ा हुआ, जक्काई एक अद्भुत कार्य बन गया. അരവിന്ദിന്റെ കൂടെ 2021 വർഷങ്ങൾക്ക് മുൻപ് ദൈവം നിന്നു എന്ന് തെളിയിച്ചതാണ് കാൽവരി ക്രൂശെങ്കിൽ, ഇന്ന് ഞായറാഴ്ച ദൈവത്തിന്റെ സഭ ഒരുമിച്ച് പറയുന്നു, എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ആരെന്നല്ല, എനിക്ക് അനുകൂലമായി നിൽക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം. 2000 साल पहले मेरा परमेश्वर क्रूस में मेरे लिए खड़ा हुआ, इसलिए मैं आज जी रहा हूं. എന്റെ ദൈവം എന്റെ കൂടെ നിൽക്കുന്നു. वो परमेश्वर मेरे साथ खड़ा है. ആ കർത്താവ് എനിക്ക് അനുകൂലമാണ്. वो परमेश्वर मेरे साथ में है. ഈ വെളിപ്പാട് വച്ചിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ये जो प्रकाशन को लेकर आज हम प्रार्थना कर रहे हैं. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കാൻ പോവാ? हम कैसे प्रार्थना करने जा रहे हैं? നമ്മുടെ ശത്രുവായ കോവിഡിനെ കണ്ടിട്ടല്ല ഇന്ന് പ്രാർത്ഥിക്കുന്നത്. हमारा विरुद्ध में जो खड़ा वो कोविड को देखकर आज हम प्रार्थना नहीं എന്റെ कर रहे. കൂടെ നിൽക്കുന്ന കർത്താവ് ആരാന്ന് അറിഞ്ഞേച്ചു പ്രാർത്ഥിക്കാൻ പോവാ. मेरे साथ खड़ा वो परमेश्वर कौन है, ये देखकर हम प्रार्थना कर रहे हैं. കർത്താവ് ആരാന്ന് അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. परमेश्वर कौन है, ये जानकर हम प्रार्थना कर रहे हैं. ഞാനും എന്റെ ദൈവവും ഒരുമിച്ചെന്ന് ഈ പൈശാചിക മേഖലകളെ ക്യാൻസൽ ചെയ്യാൻ പോവാ. मैं और मेरा पिता एक साथ खड़ा होकर इस दुनिया को देखकर बोल रहे हैं. പ്രവചിക്കുവാൻ തയ്യാറാകുക, കൽപ്പിക്കുവാൻ തയ്യാറാകുക. प्रख्यापन करने के लिए रेडी हो. നിങ്ങളുടെ അധരത്തിൽ അധികാരമുണ്ട്. आपके जीव में अधिकार है. നിങ്ങൾ ധൈര്യത്തോടെ പ്രഖ്യാപിക്കണം. आज आप विश्वास के साथ बोलिए, കാരണം നിങ്ങളുടെ കൂടെ ആരാ നിൽക്കുന്നെന്ന് നിങ്ങൾക്കറിയാം. क्योंकि आपके साथ कौन खड़ा है आज आप जान रहे हो. പട്ടണങ്ങളെ നോക്കി പ്രവചിക്കാൻ പോകുന്നു. आज हम दुनिया को देखकर प्रवचन ഇന്ത്യയുടെ करते हैं. തലസ്ഥാനമായ ഡൽഹിയെ നോക്കി യേശുവിന്റെ സഭയാകുന്ന ശരീരമാകുന്ന സഭ പ്രവചിക്കാൻ പോകുകയാണ്. इंडिया का कैपिटल सिटी दिल्ली को देखकर हम बोल रहे हैं. ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് വലിയൊരു ദൈവപ്രവൃത്തി ഉയരാൻ പോകുകയാണ്. वो कैपिटल सिटी के अंदर से एक बहुत बड़ा कार्य उठ रहा है. കാരണം എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. क्योंकि मेरा परमेश्वर मेरे साथ में है. ആ അനുകൂലതയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ന് പ്രതികൂലത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുന്നു.
वो वचन को देखकर हम उस सिटी को देख के प्रार्थना करते हैं। പ്രാർത്ഥിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകുക. एक साथ प्रार्थना कीजिए। ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ആത്മാവിൽ പ്രവചിച്ച് പ്രാർത്ഥിക്കുക. इंडिया का सभी स्टेट को देखकर प्रार्थना कीजिए। ഇവിടെ ആവശ്യം ഇരുന്ന് കരയുകയല്ല, यहाँ पर बैठ के रोना नहीं, ഇവിടെ ആവശ്യം ഇരുന്ന് ഞരങ്ങുകയല്ല, यहाँ पर बैठ के रोना नहीं, ഇവിടെ ആവശ്യം അയ്യോ എന്റെ രാജ്യത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അയ്യം വിളിക്കുകയല്ല. ऐसा नहीं कि मेरा राज्य में कितना बड़ा समस्या हो रहा है ये देखकर रोना नहीं। ഇവിടെ ആവശ്യം ഒരു ഹെസ്കേലിനെയാണ്. यहाँ पर एक അസ്ഥി താഴ്വരകളെ നോക്കി പ്രവചിക്കാൻ ചങ്കൂറ്റമുള്ള പ്രവാചകന്മാരെയാണ്. उस बोट को देखकर, उस हड्डी को देखकर प्रोफेसी करने का एक प्रवचन। ഇന്നു പകൽ പ്രവചിക്കാൻ ചങ്കൂറ്റമുള്ളവൻ എഴുന്നേക്ക്. कौन ये एक साथ बोल सकते हो? പ്രവചിക്കാൻ ചങ്കൂറ്റമുള്ളവൻ തയ്യാറാകുക. Amen. പ്രവചിക്കാൻ ചങ്കൂറ്റമുള്ളവർ തയ്യാറാകുക. भविष्यवाणी दे सके वो सब खड़ा हो जाए। എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം, बहुत सारा चीज आपका विरुद्ध में खड़ा हो, പക്ഷെ ഞാൻ അതിലേക്കല്ല നോക്കുന്നത്. लेकिन मैं उसको नहीं देख रहा हूँ। എനിക്ക് അനുകൂലമായവനിൽ ഞാൻ നോക്കുക. मेरे साथ में कौन खड़ा है उसे मैं देख रहा हूँ। എന്നിട്ട് ഞാൻ പറയുക, और मैं बोल रहा हूँ എനിക്ക് ഉറപ്പുണ്ട് मुझे एक നീ निश्चय എനിക്ക് है, അനുകൂലമാണ്. परमेश्वर मेरे साथ है। ആ അനുകൂലതയിൽ നിന്നും ഞങ്ങൾ പ്രവചിക്കുന്നു. उस वचन के अंदर रुक कर हम ഡൽഹിയുടെ മേൽ ഒരു അസാധാരണ ദൈവശക്തി മൂവ് ആകട്ടെ. दिल्ली में बहुत बड़ा कार्य शुरू हो रहा है। ഡൽഹിയെ നിങ്ങളുടെ ആദരത്തിൽ എടുത്ത് പ്രവചിക്ക്. ये दिल्ली ये वचन को सुनिए। എന്റെ ഡൽഹി ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പരാജയങ്ങളിൽ നിന്ന്, എല്ലാ നിരാശകളിൽ നിന്ന് അടുത്ത ചില മണിക്കൂറുകൾക്കകത്ത് ഡൽഹി റീസ്റ്റോർ ആകുന്ന യേശുവിന്റെ സാന്നിധ്യം ഡൽഹിയുടെ മേൽ വ്യാപിക്കട്ടെ. दिल्ली के अंदर कितना भी बड़ा समस्या क्यों ना होने दो, ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം, ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം, ഒരുമിച്ച് നമുക്ക് ഇന്ന് പകൽ ആരാധിക്കാം. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ നിത്യനാക്കിയിടുവാൻ പട്ടണങ്ങളിലേക്ക് പരിശുദ്ധ റൂഹ, ദൈവത്തിന്റെ ആത്മാവ്, കാരണം ദൈവത്തിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ദൈവത്തിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയൂ. केवल परमेश्वर को ही इसके अंदर कुछ कार्य कर सकता है। മനുഷ്യൻ ഇനി ഒന്നും ചെയ്യാൻ ഇല്ല. मनुष्य कुछ भी नहीं कर सकता, എനിക്കൊരു ഉറപ്പുണ്ട്, लेकिन हमें एक निश्चय है। മനുഷ്യൻ ഇനി ഒന്നും ചെയ്യാൻ ഇല്ലെന്ന് പറയുമ്പോൾ जब मनुष्य कह रहा है कि हमें यहाँ पर कुछ नहीं करना, അവിടെ നിനക്ക് വേണ്ടി എല്ലാമായി അവൻ വരും. उस क्षण में परमेश्वर तेरे लिए सब कुछ बनकर खड़ा होगा। എന്റെ രാജ്യത്തിന്റെ മേൽ എന്റെ യേശു എല്ലാമായി വരികയാണ്. मेरा राज्य के ऊपर परमेश्वर सब कुछ बनकर आ रहा है। എല്ലാ സംസ്ഥാനങ്ങളിലും അവന്റെ സാന്നിധ്യം വ്യാപിക്കുക. सभी स्टेट के अंदर परमेश्वर का प्रेजेंस, മരണം വ്യാപരിച്ച ദേശത്ത് ജീവൻ വ്യാപരിക്കട്ടെ. जहाँ पर मृत्यु जिया वहाँ पर परमेश्वर का जीवन, മരണത്തിന്റെ ഗന്ധം വ്യാപരിച്ച നാട്ടിൽ ജീവന്റെ സ്മെൽ വ്യാപിക്കട്ടെ. मृत्यु का जो स्मेल हुआ वो सभी देश के अंदर जीवन का We prophesied in the name of Jesus, the fragrance of life is revealed. एक साथ हम बोलते हैं कि परमेश्वर का फ्रैग्रेंस एक एक देशों के अंदर बढ़ जाए। ജീവന്റെ ഫ്രാഗ്രൻസ് വെളിപ്പെടട്ടെ. जीवन का फ्रैग्रेंस एक एक മരണത്തിന്റെ ഗന്ധത്തെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. मृत्यु का सभी गंधों को हम ജീവന്റെ സമൃദ്ധി ഇറങ്ങട്ടെ. जीवन का फ्रैग्रेंस ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചേർന്ന് നമ്മൾ എല്ലാവരും അന്യഭാഷകളിൽ അവൻ പ്രാർത്ഥനകളായിട്ട് അവൻ ഇത് വലിയൊരു അവൻ പ്രാർത്ഥനയുടെ മൂവാണ്. അവൻ ഞങ്ങളെ കാണുന്ന ലോകമെമ്പാടും ഞങ്ങളെ കാണുന്ന ദൈവത്തിന്റെ മക്കളെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ നോക്കി പ്രവചിക്കാം. ഇന്ത്യയെ നോക്കി കരയാൻ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇന്ത്യയെ നോക്കി പ്രവചിക്കേണ്ടവനാണ് നീ. ഇന്ത്യയെ നോക്കി കരയേണ്ടവനല്ല നീ. ഇന്ത്യയെ നോക്കി പ്രവചിക്കണം. എന്റെ രാജ്യം, എന്റെ കർത്താവ് ഈ രാജ്യത്തിന്റെ ജീവനാ, ഈ രാജ്യത്തിന്റെ സൗഖ്യമാ, ഈ രാജ്യത്തിന്റെ സമാധാനമാ, ഈ രാജ്യത്തിന്റെ അത്ഭുതമാ, ഈ രാജ്യത്തിന്റെ സ്നേഹമാ, ഈ രാജ്യത്തിന്റെ ഉയർച്ചയാ എന്റെ യേശു മാറുകയാണ്. പരിശുദ്ധാത്മാവ് മാറുകയാണ്. എന്റെ യേശു ഇന്ത്യയുടെ സമാധാനമാണ്, ഇന്ത്യയുടെ ജീവനാ, ഇന്ത്യയുടെ സൗഖ്യമാണ്, ഇന്ത്യയുടെ ഉയർച്ചയാ, ഇന്ത്യയുടെ അത്ഭുതമായി എന്റെ കർത്താവ് മാറുകയാണ്. मेरा मसीह सब कुछ बनकर मेरा इंडिया के लिए बढ़ रहा है। समस्या सभी समस्या के अंदर सब भरपूर रीति से परमेश्वर കവലയെല്ലാം നീങ്ങാതെ പോകുതേ, എൻ കണ്ണീരെല്ലാം നീങ്ങ പോകുതേ, എൻ അലുകയെല്ലാം മാറ പോകുതേ, അത് ആനന്ദമായി മാറ പോകുതേ. എൻ
மாறப்போகுது எல்லாமே மாறப்போகுது இயேசுவின் வல்லமையா மாறப்போகுது மாறப்போகுது எல்லாமே மாறப்போகுது ஓ மாறப்போகுது எல்லாமே மாறப்போகுது இயேசுவின் வல்லமையா மாறப்போகுது மாறப்போகுது எல்லாமே மாறப்போகுது இயேசுவின் வல்லமையா மாறப்போகுது எல்லாமே மாறப்போகுது எல்லாமே மாறப்போகுது என் வாழ்க்கை ஃபுல்லா மாறப்போகுது நான் ஜெபிச்சதெல்லாம் நடக்க போகுது எல்லாமே மாறப்போகுது எல்லாமே மாறப்போகுது என் வாழ்க்கை எல்லாம் மாறப்போகுது நான் ஜெபிச்சதெல்லாம் நடக்க போகுது மாறப்போகுது எல்லாமே மாறப்போகுது இயேசுவின் வல்லமையா மாறப்போகுது மாறப்போகுது எல்லாமே மாறப்போகுது இயேசுவின் வல்லமையா மாறப்போகுது ஓ மாறப்போகுது எல்லாமே மாறப்போகுது இயேசுவின் வல்லமையா மாறப்போகுது ஆமென் மாறப்போகுது எல்லாமே மாறப்போகுது இயேசுவின் வல்லமையா മാറപ്പോകുത് നമുക്ക് ചേർന്ന് അല്പനിമിഷങ്ങൾ സ്തോത്രത്തോടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്തി നമ്മൾ അടുത്ത നിമിഷം അതിനാണ്. എല്ലാവരും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹെവൻലി കിങ്ഡം കുടുംബങ്ങൾ, നിങ്ങൾ ഇരിക്കുന്ന വീടുകളിൽ ആരും ഈ സമയം വെറുതെ കളയരുത്. ഒരു മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ലാഘവല്ല. നിങ്ങൾ കുടുംബമായിട്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കരം കോർത്തു പിടിക്കുക. HK ഫാമിലീസിനോട് അഭിഷക്തൻ പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ മക്കളുടെ കരം പിടിക്കുക, നിങ്ങളുടെ ഭാര്യയുടെ കരം പിടിക്കുക, നിങ്ങളുടെ മാതാവിന്റെ പിതാവിന്റെ കരം പിടിക്കുക ഈ നിമിഷം. എന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ത്യയോട് പ്രവചിക്കുക. നിങ്ങളുടെ നാവിൽ ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. യോഹന്നാൻ പത്മോസിൽ കണ്ടത് എന്താണെന്നറിയോ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ള ക്രിസ്തുവിനെയാണ്. ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും കഴിയുന്ന അധികാരമുള്ള ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടെങ്കിൽ ആ ക്രിസ്തു ഇന്ന് നിന്റെ കൂടെ നിൽക്കുകയാണ്. ആ ക്രിസ്തു നിന്നിൽ ജീവിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോ പ്രാർത്ഥന ലീഡ് ചെയ്യും. ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിനകത്തിരിക്കുന്ന രാജ്യത്തോട് ഞങ്ങൾ പ്രവചിക്കുന്നു. കണ്ണുനീരോട് കൽപ്പിക്കുന്ന രാജ്യത്തിന് ഞങ്ങൾ യേശുവിന്റെ ജീവന്റെ സമൃദ്ധി വ്യാപിക്കുന്നു. യേശുവിന്റെ എല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് എന്തൊക്കെ പ്രവചിക്കാൻ കഴിയുമോ? കോവിഡിനേക്കാൾ അധികാരമുള്ള എന്റെ യേശു, കോവിഡിനെ കാൽക്കീഴാക്കുന്ന എന്റെ കർത്താവ്, കോവിഡിന്റെ മേൽ ജയമെടുക്കുന്ന എന്റെ കർത്താവ്, വൈറസിനെ നിർവീര്യമാക്കുന്ന എന്റെ യേശുവിന്റെ ശക്തി, വൈറസിനെ തുടച്ചു മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഞങ്ങളുടെ കാര്യസ്ഥൻ, ഞങ്ങളുടെ അഡ്വക്കേറ്റ് ഇന്ന് ഭൂമിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ അഡ്വക്കേറ്റ് ഭൂമിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് ഇന്ത്യയിലൂടെ ചലിക്കുകയാണ്. ഒരു കാറ്റ് വീശുന്നത് പോലെ, ചെങ്കടലിൽ കാറ്റ് വീശിയതുപോലെ അവൻ ഇപ്പോൾ ഇന്ത്യയുടെ മേൽ യേശുവിന്റെ ആത്മാവ്. ഓരോ സംസ്ഥാനങ്ങളിലും പരിശുദ്ധ റൂഹ ഞങ്ങൾ പ്രവചിക്കുന്നു. ഇവർ ജീവിക്കേണ്ടതിന് ഞങ്ങളുടെ രാജ്യത്തിന്റെ മേൽ വീശുക. ഒരുമിച്ച് പ്രവചിച്ച് യെഹെസ്കേലിനോട് ആത്മാവ് പറഞ്ഞതുപോലെ HK ഫാമിലീസ് ആത്മാവിൽ പ്രവചിക്ക്. എന്റെ രാജ്യം ജീവിച്ചെഴുന്നേൽക്കേണ്ടതിന് എന്റെ രാജ്യത്തിന്റെ മീതെ ശ്വാസമേ വന്ന് വീശുക. എന്നെല്ലാം മാറപ്പോകുതേ, അത് വിശാലമായി മാറപ്പോകുതേ. എന്നെല്ലാം മാറപ്പോകുതേ, അത് ആനന്ദമായി മാറപ്പോകുതേ. എന്നിരിക്കമെല്ലാം മാറപ്പോകുതേ, അത് വിശാലമായി മാറപ്പോകുതേ. എന്നിരിക്കമെല്ലാം മാറപ്പോകുതേ, അത് ആനന്ദമായി മാറപ്പോകുതേ. ചേർന്ന് മാറപ്പോകുതേ, എല്ലാമേ മാറപ്പോകുതേ.
യേശുവിൻ വല്ലഭയാൽ മാറപ്പോകുതേ മാറപ്പോകുത് എല്ലാമേ മാറപ്പോകുത് യേശുവിൻ വല്ലഭയാ മാറപ്പോകുതേ ഓ മാറപ്പോകുത് എല്ലാമേ മാറപ്പോകുത് യേശുവിൻ വല്ലഭയാ മാറപ്പോകുതേ മാറപ്പോകുത് എല്ലാമേ മാറപ്പോകുത് യേശുവിൻ വല്ലഭയ മാറപ്പോകുതേ എന്റെ രാജ്യത്തിന്റെ മേൽ കർത്താവെ യഹസ്കേലിനോട് ആത്മാവ് ചോദിച്ചതുപോലെ ഈ ഈ ഈ ഈ അസ്ഥികൾ എഴുന്നേൽക്കുമോ? एसेकिएल को देखकर परमेश्वर कहा ये जो हड्डी है ये क्या जी उठेगा? ദൈവത്തിന് ഒരു പ്രവാചകനെ ഇന്ന് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ. एक भविष्यवाणी के रूप से परमेश्वर को एक ही चीज ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് ये सिचुएशन के अंदर से ഒരു സാധ്യതയുമില്ലാത്ത ഈ സിറ്റുവേഷനിൽ നിന്ന് ये सिचुएशन के अंदर से നിന്റെ രാജ്യം ജീവിക്കുമോ? तेरा राज्य क्या जी उठेगा? നിന്റെ രാജ്യം ജീവിക്കുമോ? तेरा राज्य क्या जी उठेगा? അന്ന് യഹസ്കേലാണ് നിന്നതെങ്കിൽ वो टाइम पर जब एसेकिएल खड़ा ഇന്ന് था, ഞാനും നീയും നിൽക്കുക. आज हम और आप खड़े हैं. എന്താ നിനക്ക് പറയാനുള്ളത്? क्या है आपको बोलने के? പരിശുദ്ധാത്മാവ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. पवित्र आत्मा सुनने के लिए रेडी है. എന്താ നിനക്ക് പറയാനുള്ളത്? क्या आपको बोलना है? ധൈര്യത്തോടെ പറഞ്ഞേ. हिम्मत के साथ बोलिए. I know one thing. मैं एक चीज जानता हूँ, He is with me. वो मेरे साथ है. ആമേൻ I know one thing. मैं एक चीज जानता हूँ, My Jesus is in me. मेरा यीशु मेरे अंदर है. So I prophesy. ആമേൻ You can, Lord. इसलिए मैं बोल रहा हूँ, You can. आपको നിനക്ക് കഴിയും. आपसे हो सकता है. എന്റെ രാജ്യം എഴുന്നേക്കും. मेरा राज्य जी उठेगा. എന്റെ രാജ്യം ജീവിക്കും. मेरा राज्य जी എന്റെ उठेगा. രാജ്യം ഇതിനെ ഓവർകം ചെയ്യും. मेरा राज्य इसको ओवरकम करेगा. ഇന്ത്യയുടെ മേൽ ആ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടും. इंडिया के ऊपर परमेश्वर का फेवर बन रहा है. അടുത്ത ദൈവ പ്രവൃത്തി എന്റെ രാജ്യത്തിൽ നിന്ന് ആരംഭിക്കും. नेक्स्ट परमेश्वर का कार्य मेरे राज्य I से शुरू होगा. strongly believe this. मैं विश्वास करता हूँ. I strongly believe this. Release ചെയ്യുക. ഇന്ത്യയുടെ മേൽ സമാധാനം വ്യാപിക്കട്ടെ. ഇന്ത്യയുടെ മേൽ ദൈവത്തിന്റെ സമാധാനം ഇറങ്ങട്ടെ. എന്റെ രാജ്യത്തെ മൂടുന്ന ഒരു ദൈവ സാന്നിധ്യം. यीशु प्रभु है यीशु प्रभु है यीशु प्रभु है यीशु प्रभु है യേശു പ്രഭു Christ is Lord Jesus Christ is Lord. Jesus Christ is Lord. ചേർന്ന് പറയാം. Jesus Christ is Lord. Jesus Christ is നിങ്ങൾക്ക് Lord. ടൈപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. Jesus Christ My Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. நம் இயேசுவால் கூடாததா ஒன்றுமே இல்லையே My Jesus യേശുവേ കൂടാതതാ ഒന്നുമേ ഇല്ലയേ. നാം യേശുവേ കൂടാതതാ ഒന്നുമേ ഇല്ലയേ. നാം യേശുവേ കൂടാതതാ ഒന്നുമേ ഇല്ലയേ. அவரே நம்புவே என்றென்று ஆராதிப்பே അവനെ നമ്പുവേ. என்றென்று ஆராதிப்பே Jesus Christ, Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Sing everybody. Jesus Christ is Lord. Jesus Christ is Lord. Raise your voice. Jesus Christ is Lord. Jesus Christ is Lord. My Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. ഏത് സാഹചര്യത്തിലും My Jesus Christ is my Lord. कोई भी सिचुएशन में मेरा परमेश्वर ही सब कुछ है. Sovereignty belongs to my Christ. അധികാരം എന്റെ ക്രിസ്തുവിന്റെ കയ്യിലാണ്. अधिकार मेरे परमेश्वर के हाथ में है. ഭൂമി അവന്റെ പാദപീഠമാണ്.
भूमि उसका, He is enthroned. അവനാണ് സിംഹാസനത്തിൽ. वो सिंहासन में बैठा है. I believe in this day. ये वचन के अंदर मैं विश्वास करता हूँ. His sovereignty is going to release in every country. उनका अधिकार सभी देशों में प्रकट हो रहा है. യേശുവിന്റെ അധികാരം എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിക്കട്ടെ. परमेश्वर का सामर्थ एक एक राज्य के अंदर प्रकट हो रहा है. മരണ താഴ്വരയിലിരുന്ന പത്മോസിലിരുന്ന യോഹന്നാന്റെ ആത്മമനുഷ്യൻ എന്താ കണ്ടെന്നറിയോ? पत्मोस के अंदर यूहन्ना ने क्या देखा? പത്മോസിലൂടെ പിശാച് നടക്കുന്ന കാഴ്ചയല്ല. पत्मोस के अंदर शैतान चल रहा ആ है. പത്മോസിലൂടെ രാജാതി രാജാവായി അവൻ നടക്കുകയാണ്. उस पत्मोस के अंदर राजाधि കർത്താതി കർത്താവായി അവൻ നടക്കുകയാണ്. वो राजा चल रहा है. കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മണ്ണിലൂടെ എന്റെ കർത്താവ് ഈ ഞായറാഴ്ച രാജാതി രാജാവായി നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरे भारत के अंदर से परमेश्वर चल रहा है. ഞാനത് വിശ്വസിക്കുന്നു. वो विश्वास करते हैं. മരണ താഴ്വരയിലൂടെ മഹത്വത്തിന്റെ പുത്രൻ ഇന്ന് പകൽ ഇറങ്ങി നടക്കുകയാണ്. मृत्यु के अंदर महत्व का संदान. തന്റെ ദൂതന്മാരുമായി അവൻ ഇറങ്ങുകയാണ്. തന്റെ ദൂതന്മാരുമായി അവൻ ഇറങ്ങുകയാണ്. തന്റെ ദൂതന്മാരുമായി അവൻ ഇറങ്ങുകയാണ്. वो दूतों के साथ निकल रहे हैं. കൂട്ടമായി ദൂതന്മാർ. एक साथ दूतों सवार थे. Jesus Christ is Lord. 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 Jesus യേശുവേ ആണ്ടവർ. യേശുവേ ആണ്ടവർ. യേശുവേ ആണ്ടവർ. യേശുവേ ആണ്ടവർ. യേശുവേ ആണ്ടവർ. ഇത് നമുക്കൊന്ന് കാണാൻ കഴിയുമോ? क्या आप ये देख सकते? എന്റെ യേശു मेरा यीशु കർത്താതി കർത്താവായി राजाधि राजा बनकर തന്റെ ദൂതന്മാരുമായി दूतों के साथ എന്റെ രാജ്യത്ത് ഇറങ്ങി നടക്കുന്നു. मेरा राज्य में आ रहा है. ഇത് കാണാൻ കഴിയുന്ന ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അവന്റെ സഭയാണ്. ये देखने समान एक ही इंस्टीट्यूशन इस दुनिया में है, वो है चर्च कलीसिया. ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു आज सुबह मैं विश्वास करता हूं, കൂട്ട വിടുതലുകൾ സംഭവിക്കും. बहुत बड़ा चंगाई ये राज्य में हो रहा है. നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രഖ്യാപിക്കാം. एक साथ हम ये एक चीज को बोले, ഈ പാൻഡമിക് സിറ്റുവേഷനുമായി ഫൈറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ്, ആരോഗ്യ പ്രവർത്തകർ അവർ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. इस सिचुएशन के अंदर जो डॉक्टर्स है, जो नर्सेस है, जो इसके लिए कार्य कर रहा हुआ सभी ऑफिसर्स के लिए हम प्रार्थना करते हैं, वो सब परमेश्वर का बच्चे लोग, അവർ അതിനെ മുഖാമുഖം നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. वो फेस टू फेस उसको बैटल में है. ഞാനും നീയും ചർച്ചിനകത്താണ്. आप और हम सब चर्च के अंदर, घरों के अंदर है, പക്ഷെ അവർ ആ യുദ്ധക്കളത്തിലാണ്. लेकिन वो डॉक्टर्स, नर्सेस, वो सब उस बैटल फील्ड के अंदर खड़ा ദൈവം है. എന്തിനാണ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്? परमेश्वर क्यों हमें यहाँ पर खड़ा किया? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. उनके लिए प्रार्थना करने. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ, ഇപ്പോൾ ഐസി യൂണിറ്റിൽ നിൽക്കുന്ന ഡോക്ടറിന്റെ അകത്ത് ക്രിസ്തു വ്യാപരിക്കും. इस समय आईसीयू यूनिट के अंदर खड़ा हुआ डॉक्टर के अंदर परमेश्वर मसीह प्रकट हो रहा ആ है. ഡോക്ടറിന്റെ കൈയായി പരിശുദ്ധാത്മാവ് മാറും. उनका हाथ बनकर परमेश्वर आ रहा है. ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. But I am strongly believe. लेकिन मैं विश्वास कर रहा हूँ, ഇപ്പോൾ നേഴ്സുമാരുടെ കൈകൾ പരിശുദ്ധാത്മാവായി മാറും. अभी नर्सेस का जो हाथ है वो परमेश्वर का हाथ बनकर बैठा. അവർ ഇപ്പോൾ ഒരു രോഗിയെ തൊടുമ്പോൾ പരിശുദ്ധാത്മാവ് തൊടുന്ന പോലെ ഇരിക്കും. अगर इस समय कोई भी डॉक्टर, कोई भी नर्स एक रोगी को छुआ, वो स्पर्शन जो परमेश्वर का स्पर्शन बनकर പരിശുദ്ധാത്മാവെ അങ്ങ് ഓരോ ഡോക്ടർമാരിലും അങ്ങ് കയറി അവരുടെ കൈകളെ എടുത്ത് അങ്ങയുടെ കൈകളായി ഈ ഞായറാഴ്ച ഞങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കണമേ. पवित्र आत्मा आपका हाथ बनकर सभी डॉक्टर्स, नर्सेस आपका हाथ बन जाए. അവർ ഹോസ്പിറ്റലിൽ എൻ്റർ ചെയ്യുമ്പോൾ അവരുടെ കാലുകളായി പരിശുദ്ധാത്മാവ് എൻ്റർ ചെയ്യണമേ. जब वो लोग आईसीयू यूनिट के अंदर, हॉस्पिटल के अंदर जाए, उसका पैर बनकर आप आ जाए. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന വെന്റിലേറ്റർ പേഷ്യന്റ് അടുത്തിലേക്ക് നേഴ്സുമാർ ചെല്ലുമ്പോൾ അവരുടെ കാലുകളായി അവരുടെ കൈകളായി പരിശുദ്ധാത്മാവ് മാറണമേ. वेंटिलेटर के अंदर बैठा वो पेशेंट के पास जब नर्सेस या डॉक्टर जाए, वो स्पर्शन, वो कार्य परमेश्वर बन जाए. Come on church, അത് പ്രഖ്യാപിക്ക്. Amen. एक साथ बोलिए,
കാരണം പരിശുദ്ധാത്മാവിന് എന്തുമാകാൻ കഴിയും? क्योंकि पवित्र आत्मा को कुछ भी बन सकता है। കാരണം പരിശുദ്ധാത്മാവിന് ഈ ഒരു ആമേൻ ശരീരമാണെന്ന് ബൈബിളിൽ ഇല്ല. पवित्र आत्मा को ये स्पेसिफिक बॉडी है कर बाइबल में नहीं है। അത് ഒരു പക്ഷിയെ പോലെ പറന്നിറങ്ങിയിട്ടുണ്ട്. एक पक्षी के रूप में परमेश्वर आया। അതൊരു തീ പോലെ ആളിക്കത്തിയിട്ടുണ്ട്. आग के समान पवित्र आत्मा आया। അതൊരു വെള്ളം പോലെ ഒഴുകി ഇറങ്ങിയിട്ടുണ്ട്. पानी के समान, नदी के समान അതൊരു ജീവജല നദിയായിട്ടുണ്ട്. जीवन का जल बनकर पवित्र आत्मा को, അതൊരു ആത്മശക്തിയുടെ അഗ്നിയായിട്ടുണ്ട്. आत्मा का बल सामर्थ बनकर आत्मा आया। അത് തന്റെ ജനത്തെ മറയ്ക്കുന്ന ഒരു വലിയ പക്ഷിയുടെ ചിറകായിട്ടുണ്ട്. एक बड़ा रूप से परमेश्वर आया। എങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഇങ്ങനെ പ്രവചിക്കുന്നു, इस समय हम ये बोल रहे हैं, ആ പരിശുദ്ധാത്മാവ് ഇന്ന് ഡോക്ടറായി മാറുകയാണ്. वो पवित्र आत्मा डॉक्टर बनकर आ रहा ആ है। പരിശുദ്ധാത്മാവ് ഇന്ന് നേഴ്സായി മാറുകയാണ്. वो पवित्र आत्मा नर्स के रूप में आ रहा है। കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അത് നിന്റെ കാര്യസ്ഥനാണ്. क्योंकि पवित्र आत्मा के बारे में बाइबल कह रहा है कि वो तेरे साथ। ഒരു വീട്ടിൽ ഒരു കാര്യസ്ഥനുണ്ടെങ്കിൽ एक घर पर एक कार्यस्थल, അദ്ദേഹത്തിന് ഒരു റോളല്ല. उनको एक ആ रूप नहीं है। കാര്യസ്ഥന് ഒരു റോളല്ല. वो इंसान को एक, ആ വീട്ടിലെ പല റോളും ആ കാര്യസ്ഥനുണ്ട്. उस घर का सभी रोल, ആ വീടിനെ മുഴുവൻ നിയന്ത്രിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ആ കാര്യസ്ഥനാണ്. वो घर के जो भी चीज है वो सब में वो इंसान। ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരാളായി നിൽക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് വേറൊരാളായി നിൽക്കും, അടുത്ത ദിവസം വേറൊരാളായി നിൽക്കും. കാരണം അദ്ദേഹം കാര്യസ്ഥനാണ്. एक जगह पर अगर एक चीज है तो दूसरी जगह पे दूसरा भाव में वो आता है। वही उसी तरह परमेश्वर आज भी कर। പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു, അവൻ നിന്റെ കാര്യസ്ഥനാണ്. पवित्र आत्मा के बारे में बाइबल कह रहा है कि वो हमारे, ഇന്ന് എന്റെ പരിശുദ്ധാത്മാവ് ഡോക്ടർമാരായി മാറും. वही पवित्र आत्मा आज डॉक्टर बनकर हमारे ഇന്ന് इंडिया में, പരിശുദ്ധാത്മാവ് നേഴ്സുമാരായി മാറും. वही पवित्र आत्मा नर्सेस बनकर एक हॉस्पिटल में നിങ്ങൾ വിശ്വസിക്കൂലെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഹോസ്പിറ്റലുകളിൽ പുതിയ നേഴ്സുമാര് വരാൻ പോവുക. അത് ദൂതന്മാരായിരിക്കും. വിശ്വാസമില്ലാത്ത ആരും ആമേൻ പറയാൻ നിൽക്കരുത്. ആമേൻ. ഞങ്ങൾ ഈ പറയുന്നത് ആത്മാവിൽ ചലിക്കാനും ആത്മാവിൽ ചിലത് സെൻസ് ചെയ്യാനും ആത്മാവിൽ കാണാനും കഴിവുള്ളവരോടാണ് സംസാരിക്കുന്നത്, എല്ലാവരോടുമല്ല. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ചില ഹോസ്പിറ്റലുകളിൽ എന്റെ ദൂതന്മാർ, കാരണം ബൈബിൾ പറയുന്നു ദൂതന്മാരെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, ദൂതന്മാരെ നിനക്ക് വേണ്ടിയാണ് ദൈവം അയക്കുന്നത്. ഇന്ന് സഭ പ്രഖ്യാപിച്ചാൽ ദൈവം ദൂതന്മാരെ സെൻഡ് ചെയ്യുമെന്ന്. आज आप विश्वास करें या ना करें, लेकिन इस समय जब कलीसिया एक साथ प्रार्थना कर रहा है दूतों के साथ, पवित्र आत्मा एक डॉक्टर बनकर, एक नर्स बनकर इस हॉस्पिटल में आमीन एंटर कर रहा है। യേശുപ്പ അങ്ങ് ദൂതന്മാരെ അയക്കണമേ. परमेश्वर आप दूतों को भेजिए, ഡോക്ടർമാരായി ദൂതന്മാരെ അയക്കണമേ. डॉक्टर्स बनकर दूत, നേഴ്സുമാരായി ദൂതന്മാരെ അയക്കണമേ. नर्सेस बनकर दूत लोग यहाँ पे। അവർ അവിടെ എൻ്റർ ആകുമ്പോൾ മരണം നീങ്ങിപ്പോകും. वो इंसान, वो दूत जब हॉस्पिटल में एंटर आए, मृत्यु हट जाए। ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് മരണം നീങ്ങിപ്പോകും. हमारा राज्य के ऊपर से मृत्यु हट जाए। കൂട്ടമായ അത്ഭുതങ്ങൾ നടക്കും. बहुत बड़ा छंगाई हमारे राज्य में। വൈറസിന്റെ ശക്തി ക്ഷയിക്കട്ടെ. वायरस का जो सामर्थ है वो सब खत्म हो जाए। ഓരോ മക്കളിലും ആത്മശക്തി കയറട്ടെ. एक एक इंसान के अंदर आत्मा का बल, ആത്മശക്തി നിന്റെ അകത്ത് എൻ്ററായ आत्मा का सामर्थ जब आपके अंदर आए, വൈറസിന്റെ ശക്തി നിന്നിൽ നിർവീര്യമാകും. कोई भी वायरस आपके शरीर में रह नहीं सकता, കാരണം നീ ഒരു പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. क्योंकि आप पवित्र आत्मा का मंदिर है। You are a spiritual being. आप एक स्पिरिचुअल बीइंग है। ഞായറാഴ്ച 10 മണിക്ക് ഒരു അഭിഷേകമല്ല നിന്റെ ജീവിതം. संडे 10 बजे एक अभिषेक, 2.5 മണിക്കൂർ ആരാധിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമല്ല പരിശുദ്ധാത്മാവ്. 2 घंटे के लिए पवित्र आत्मा आए जाए ऐसे एक कार्य के, ऐसे एक चीज को नहीं बता। പാട്ടുപാടിയിട്ട് അവസാനം 3 അന്യഭാഷ പറയാൻ വേണ്ടി സ്വർഗം തന്ന ആളല്ല പരിശുദ്ധാത്മാവ്. केवल आराधना के लिए पवित्र आत्मा को आपके अंदर नहीं दिया। അവിടെ നിന്നെല്ലാം ഇന്ന് ट्रांसफॉर्म ചെയ്യുക. वहां से सब आज ट्रांसफॉर्म, അവിടെ നിന്നെല്ലാം ഇന്ന് റിട്ടേൺ ചെയ്യുക. आपका माइंड चेंज हो, വലിയ മാറ്റങ്ങൾ ആരംഭിക്കട്ടെ. बहुत बड़ा ट्रांसफॉर्मेशन हो रहा। പരിശുദ്ധാത്മാവിന് ഈ ഭൂമിയിൽ സഞ്ചരിക്കാൻ ദൈവം തന്ന ഒരു പുറന്തോട് മാത്രമാണ് എന്റെ ശരീരം. पवित्र आत्मा को इस दुनिया में चलने के लिए केवल एक ड्रेस, एक बॉडी हूं मैं। നിനക്ക് എങ്ങനെ രോഗത്തെ ജയിക്കാൻ കഴിയും? आपको कैसे रोग को जीत, നിനക്ക് എങ്ങനെ ഈ സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ കഴിയും? को कैसे हम എ ഗ്രേറ്റ് മെഡിസിൻ സ്വീകരിച്ചോ.
एक नया A मेडिसिन great vaccine സ്വീകരിച്ചോ. एक नया वैक्सीन के बारे में അത് നിന്റെ ഉള്ളിൽ നിന്നാണ് പുറത്തു വരുന്നത്. वो आपके अंदर से आता है. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് വരും. जो विश्वास करता है उसके अंदर से. എന്താണ് ആ പ്രഖ്യാപനം? क्या है वो वचन? ഈ ഭൂമിയിൽ इस दुनिया में എന്റെ ആത്മമനുഷ്യന് ജീവിക്കാൻ मेरा आत्मा को जीने के लिए ദൈവം തന്നിരിക്കുന്ന ഒരു യൂണിഫോം മാത്രമാണ് ഈ ശരീരം. परमेश्वर ने दिया हुआ एक यूनिफॉर्म ही है ये मेरा बॉडी. ഈ പുറന്തോടുമായിട്ടാണ് കോവിഡ് ഫൈറ്റ് ചെയ്യുന്നത്. ये बॉडी को कोविड फाइट कर रहा है. കോവിഡ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യൂണിഫോമിനോടാ. कोविड जो फाइट कर रहा है उस बॉडी को देख. പക്ഷെ എന്റെ റിയൽ പേഴ്സൺ എന്ന് പറയുന്നത് ഈ പുറന്തോടല്ല, അകത്തെ മനുഷ്യനാണ്. लेकिन मेरा रियलिटी ये बॉडी नहीं है, अंदर एक आत्मा है. അകത്തെ മനുഷ്യന് മരണമില്ല. अंदर का जो आत्मा है उसको मृत्यु नहीं है. എന്റെ ഇന്നർ മാന് മരണമില്ല. मेरे अंदर जो इंसान है उसको मृत्यु नहीं है. എന്റെ ആത്മ മനുഷ്യനിൽ മരണമില്ല. मेरे अंदर जो इंसान है उसको मृत्यु नहीं है. ഈ പുറന്തോടിനകത്ത് ജീവിക്കുന്നത് മരണമില്ലാത്ത ആത്മ മനുഷ്യനാണ്. इसके अंदर जिया हुआ इंसान उसके ऊपर मृत्यु नहीं है. എന്റെ അകത്തിരിക്കുന്ന ആത്മ മനുഷ്യൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ആ ആത്മ മനുഷ്യനെ ഞാൻ അനുവദിക്കുകയാണ്. मेरे अंदर क्या है करके जानकर उस आत्मा को मैं अनुमति देता हूँ. എന്റെ ആത്മ മനുഷ്യനെ ഞാൻ ഈ പുറന്തോടിൽ അനുവദിക്കുകയാണ്. मेरे आत्मा मनुष्य को मैं इसके अंदर अनुमति देता हूँ. ഈ ആത്മ മനുഷ്യൻ നിന്റെ കുടുംബത്തെ നിയന്ത്രിക്കാൻ തുടങ്ങട്ടെ. ये आत्मा मनुष्य आपका जीवन को നിന്റെ नियंत्रण कर रहा है. ചിന്തകളല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. आपका माइंडसेट नहीं आपको. നിന്റെ വിചാരങ്ങളല്ല നിന്നെ आपका നിയന്ത്രിക്കേണ്ടത്. माइंडसेट नहीं आपको कंट्रोल कर. നിന്റെ മനസ്സല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. ഈ ന്യൂസ് അല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. ये न्यूज़ नहीं आपको नियंत्रण. യുവർ റിയൽ പേഴ്സൺ, आपका रियल पर्सनल, നിന്റെ അകത്തെ മനുഷ്യൻ, आपका इनर मैन, നിന്റെ ആത്മ മനുഷ്യൻ आपका इनर मैन. നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ आप जब नियंत्रण करोगे നീ ഈ സാഹചര്യത്തെ വാഴാൻ തുടങ്ങും. इस सिचुएशन के अंदर आप राज കരമടിച്ച് करोगे. ഒരുമിച്ച് மரணத்தின் வல்லமைகள் தெருப்பற்று ஓடுதே இயேசுவின் நாமம் சொல்லையிலே. പാതാള സംഗതികൾ വിലപ്പെട്ടു പോകുമേ இயேசுவின் நாமம் சொல்லையிலே. ഞങ്ങളുടെ കൂടെ ചേർന്ന് മരണത്തിൻ സംഗതികൾ വിലപ്പെട്ടു പോകുമേ இயேசுவின் நாமம் சொல்லையிலே. പാതാള സംഗതികൾ യേശുവിൻ നാമം சொல்லையிலே. സിലുവയിൽ യേശു വെട്ടിപ്പെട്ട മരണത്തെ അവർ തകർത്തതാ. സിലുവയിൽ യേശു വെട്ടിപ്പെട്ട മരണത്തെ അവർ ജയിച്ചതാ. യേശുനാമം, യേശുനാമം ഉന്നത നാമം, ഉയർന്ന നാമം, മേലാന ചേർന്ന് യേശുനാമം, ഉയർന്ന നാമം, ഉന്നത നാമം മേലാന നാമം. ദൈവജനമേ യേശുനാമം, ഉയർന്ന നാമം, ഉന്നത നാമം, മേലായ നാമം, യേശുനാമം, ഉയർന്ന നാമം, ഉന്നത നാമം, മേലായ നാമം. ക്രൂശിൽ യേശു ജയിച്ചതാ മരണത്തെ അവൻ തകർത്തതാ. ക്രൂശിൽ യേശു ജയിച്ചതാ മരണത്തെ അവൻ തകർത്തതാ. സഭ ഒരുമിച്ച് യേശുവിൻ നാമം, യേശുനാമം ഉന്നത നാമം, ഉയർന്ന നാമം, മേലായ നാമം, യേശുനാമം, ഉന്നത നാമം, ഉയർന്ന നാമം, മേലായ നാമം. യേശുവേ, യേശുവേ, ഞങ്ങളുടെ രാജ്യത്തിനു മേൽ പരിശുദ്ധാത്മാവേ നീ ഡോക്ടറായി, നേഴ്സായി, ആരോഗ്യ പ്രവർത്തകരായി എൻ്റെ രാജ്യത്തിൽ വന്നു വാഴണമേ. ലോർഡ് രാമേൻ, ദൂതന്മാരെ എൻ്റെ രാജ്യത്തിലേക്ക് അയക്കണമേ. ഞങ്ങളത് കാണാൻ പോകുന്നു. അത് ഞങ്ങൾ ആമേൻ ഞാൻ വിശ്വസിക്കുന്നു. ജതിൻ, ചില ഡോക്ടർമാർ പറയാൻ പോകുന്നു, ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ലിസ്റ്റിലില്ലാത്ത ചില ഡോക്ടർമാർ. ചിലർ ചിലപ്പോൾ പറയുമായിരിക്കും ഇവന്മാര് മണ്ടത്തരമാണ് പറയുന്നത്, ഇവന്മാര് മണ്ടന്മാരാണ്. We don't bother about that. നിങ്ങൾ എന്തു പറയുന്നു ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ വിഷയം ബൈബിൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന് വേണ്ടി ദൂതൻ ഇറങ്ങി വന്നു.
ദൂതന്മാർ അവരുടെ കൂടെ സംസാരിച്ചു. ചൂരച്ചെടിയിൽ തളർന്നു കിടന്നവനെ ദൂതൻ വന്ന് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, Don't feel bad. നിനക്കിനിയും അധിക ദൂരം യാത്ര ചെയ്യാൻ. അത് ഏലിയാവിന്റെ കാലത്തും മാത്രമല്ല നടക്കുന്നത്, അരവിന്ദിന്റെ കാലത്തും നടക്കും. ഇത് പറയാൻ ചങ്കൂറ്റം കാണിക്കണം. ചൂരച്ചെടിയിൽ ഇറങ്ങി വന്ന ദൂതനെ പ്രസംഗിച്ച് നമ്മൾ എത്ര പ്രസംഗം നടത്തി. പക്ഷേ ഇന്ന് പകൽ അതല്ല ഇവിടെ നടക്കേണ്ടത്. അന്ന് ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ദൂതൻ വന്നെങ്കിൽ ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളെ തട്ടി എഴുന്നേൽപ്പിച്ചു വിടാൻ എന്റെ ദൂതൻ വരും. I believe this. ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അന്ന് ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ദൂതൻ വന്നെങ്കിൽ നിരാശപ്പെട്ട് കിടക്കുന്ന ദൈവത്തിന്റെ മക്കളെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ദൂതൻ വരും. അന്ന് മരണ താഴ്വരയിൽ യോഹന്നാൻ ചെല്ലുന്നതിന് മുൻപ് ദൈവം ദൂതനെ അയച്ചെങ്കിൽ ഇന്ന് നിനക്ക് മുമ്പേ ദൂതനെ അവൻ അയക്കും. ഇതൊന്നും വെറും വാക്കുകളല്ല, ചിലർ കണ്ണുകൊണ്ട് കാണും. ഞാൻ വിശ്വസിക്കുന്നു വരുന്ന ആഴ്ചകളിൽ ഈ രോഗം സൗഖ്യമായി പുറത്തു വരുന്നവർ മീഡിയ വഴി പറയാൻ പോകുന്ന പ്രവചന ദർശന ദൂതുകൾ ഞാൻ പറയാം. ആമേൻ. അതുവരെ ഞാൻ കാണാത്ത ഒരു പുതിയ ഡോക്ടർ IC യൂണിറ്റിൽ എന്റെ അടുത്ത് വന്നു. ഞാൻ മാസങ്ങൾ കിടന്നതാ, പക്ഷേ ആ ഡോക്ടർ ഞാൻ അതുവരെ കണ്ടില്ല. പക്ഷെ അന്ന് ആ ഡോക്ടർ എന്റെ അടുത്ത് വന്നു, എന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞേച്ചു പോയി. ആ സെക്കൻഡിൽ എനിക്ക് സൗഖ്യം വന്നു. ഞാൻ അവിടെ എല്ലാം ചോദിച്ചു, അതേത് ഡോക്ടറാ? അവർക്കാർക്കും അത് അറിയില്ല. ഇങ്ങനെ തുടങ്ങിയ സാക്ഷ്യങ്ങൾ ലോകവ്യാപകമായി വരട്ടെ. ദൂതന്മാരെ ദൈവം അയക്കും. ദൂതന്മാരെ അവൻ അയക്കും. ഇന്ന് ചില രോഗികളെ ദൂതന്മാർ കൈക്ക് പിടിച്ചു പുറത്തെടുക്കാൻ പോവാ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് കൂട്ടമായി രോഗികൾ ധൈര്യമുള്ളവരായി ഇറങ്ങി വരുമ്പോ നമ്മൾ ചിന്തിക്കുക അവർ ഒറ്റയ്ക്കാന്നല്ല. അവരുടെ കൈ പിടിച്ച് ദൂതം വന്നിട്ട് പറയാ, ഇതാ അത്ഭുതങ്ങൾ, ജീവൻ. വിശ്വസിക്ക്. ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ഹിന്ദുവാകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൈന മതക്കാരനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, അവരാരായാലും അവരെന്റെ ദൈവത്തിന്റെ മക്കളാ. അവരെന്റെ ദൈവത്തിന്റെ മക്കളാ. നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസത്തിനു വേണ്ടി പിടയുന്ന ആയിരങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഓക്സിജനായി പരിശുദ്ധമാവും മാറട്ടെ. ആ ഹോസ്പിറ്റൽ റൂമുകളിൽ ചിലപ്പോൾ സിലിണ്ടറുകൾ അവിടെ ഇല്ല, ഓക്സിജൻ സിലിണ്ടറുകൾക്ക് ക്ഷാമം. പക്ഷെ നമുക്കിങ്ങനെ പ്രവചിക്കാം, ഒരു കാറ്റടിക്കട്ടെ, ആ കാറ്റ് ഓക്സിജൻ ആകട്ടെ. എന്തുകൊണ്ട് നമുക്ക് പ്രവചിച്ചൂടാ? സഭയെ ഈ സമയത്ത് TV ന്യൂസും കേട്ട് ചായയും കുടിച്ചോണ്ടിരിക്കുന്ന നിർത്ത്. ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വാ. വല്ലതൊക്കെ പ്രവചിക്കാനുണ്ടെങ്കിൽ പ്രവചിക്ക്. മോശയോട് സ്വർഗം പറഞ്ഞു, കൈ നീട്ട് മോശെ ചെങ്കടലിലോട്ട്. ഞാൻ ശ്വസിക്കാം. ദൈവം ശ്വസിക്കാൻ തയ്യാറാ, പക്ഷെ ഇവിടെ കൈ നീട്ടാൻ ആരുമില്ല, പ്രഖ്യാപിക്കാൻ ആരുമില്ല. എല്ലാരും ന്യൂസും കേട്ട് വിറച്ചോണ്ടിരിക്കുക. മോശ കൈ നീട്ടി. ബൈബിൾ പറയുന്നു, അവിടെ ഒരു കിഴക്കൻ കാറ്റടിച്ചു. ആ കാറ്റിൽ യഹോവ ഉണ്ടായിരുന്നു. ഓക്സിജന് ക്ഷാമ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവം ഒന്ന് ശ്വസിച്ചാൽ സിലിണ്ടർ ഇല്ലാതെ ആ ക്ലൈമറ്റ് നിറയെ ഓക്സിജനായി മാറും. അവർ അത് ശ്വസിക്കാൻ തുടങ്ങും. ഇന്ത്യൻ മണ്ണിൽ അങ്ങനൊരു ദൈവപ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആ ഓക്സിജനായി എന്റെ രാജ്യത്ത് നീ മാറണമേ. അല്ലാതെ മനുഷ്യന്റെ പ്രയത്നങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ പ്രയത്നം അവസാനിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപയിൽ ആശ്രയിക്കുന്നത്. കൃപ ആശ്രയിക്കാനുള്ളതാണ് മക്കളെ.
അത് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസുകൾ കൊണ്ടുവരും. ഇപ്പോൾ തന്നെ കർത്താവ് IC യൂണിറ്റിൽ സിലിണ്ടറിൽ അല്ലാതെ ഓക്സിജൻ കൊണ്ട് നിറയട്ടെ. ഓ ജീസസ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാനൊരു പൊട്ടനെ പോലെ വിശ്വസിക്കുന്നു. എന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ഇപ്പോൾ ദൈവത്തിന്റെ കാറ്റ് വീശട്ടെ. അത് ഓക്സിജനായി എല്ലാവരുടെ മേൽ പകരട്ടെ. ഞാനിത് വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ മേൽ ആ ദൈവത്തിന്റെ ആത്മാവ് ഓക്സിജനായി നാം ഒരുമിച്ച് പ്രവചിച്ചാൽ അത് സംഭവിക്കും. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ധൈര്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് പ്രവചിച്ചേ നോക്കട്ടെ. ധൈര്യമുള്ളവരൊക്കെ ഇവിടെ ഒന്ന് പ്രവചിക്കും. നിങ്ങളകത്ത് അഭിഷേകമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ അധികാരമുണ്ട്. മോശയ്ക്ക് മാത്രമല്ല കൈനീട്ടാൻ അധികാരം, യോശുവയ്ക്ക് മാത്രമല്ല പ്രഖ്യാപിക്കാൻ അധികാരം, പ്രവാചകന്മാർക്ക് മാത്രമല്ല പ്രവചിക്കാൻ അധികാരം. ഇന്ന് പകൽ അവന്റെ പുത്രന്മാരായ പുത്രിമാരായ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാൻ കോടാനുകോടി ദൂതന്മാരെ ദൈവം സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഈ പകൽ സഭ അത് പ്രവചിക്ക്. പരിശുദ്ധാത്മാവേ, എന്റെ രാജ്യം മുഴുവൻ ഓക്സിജൻ കൊണ്ട് നിറയണമേ. ചെങ്കടലിന്മേൽ അടിച്ച ആ കാറ്റ്, ഇയ്യോബിന് സകലതും തിരിച്ചു കൊടുത്ത ആ കാറ്റ്, അസ്ഥി താഴ്വരയിൽ അസ്ഥികളെ സൈന്യമാക്കി മാറ്റിയ ആ കാറ്റ് ഇന്ന് ഞങ്ങളുടെ രാജ്യത്ത് വീശണമേ. ജീസസ്, ഞങ്ങളുടെ ഡോക്ടേഴ്സിനെ, ഞങ്ങളുടെ നേഴ്സസിനെ, എല്ലാ ആരോഗ്യ പ്രവർത്തകരെ ഞങ്ങളിപ്പോൾ അഭിഷേകത്താൽ അനുഗ്രഹിക്കുന്നു. അവർക്ക് ദൈവം ശക്തി നൽകണമേ, ബലം നൽകണമേ, ആരോഗ്യം നൽകണമേ. അവരുടെ കൈകളിലൂടെ ദൈവം പ്രവർത്തിക്കണമേ. അവരുടെ കൈകളിലൂടെ യേശു പ്രവർത്തിക്കണമേ. അവർ ഇഞ്ചക്ട് ചെയ്യുന്ന മെഡിസിൻ യേശുവിന്റെ രക്തമായി മാറണമേ. ഓ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന കർത്താവേ. കാരണം ഇതിന് മെഡിസിൻ ഇല്ലല്ലോ ജദീൻ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ട്രിപ്പ് യേശുവിന്റെ രക്തമായി മാറണമെന്ന് പ്രവചിക്കാൻ ചങ്കൂറ്റമുണ്ടോ? സഭ അതിന്റെ കറക്റ്റ് പോർഷനിൽ വന്ന് നിൽക്കുക. ഇവിടെയാണ്, ഇതാണ് ഉണർവ്. സഭ മുഖാമുഖം ഫൈറ്റ് ചെയ്യുക. ഇവിടെ സഭ ചിലത് പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ സ്വർഗ്ഗം അത് ചെയ്യും. ട്രിപ്പുകൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയായി മാറട്ടെ. കൊടുക്കുന്ന മെഡിസിനുകൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയായി മാറട്ടെ. ചെങ്കടലും മാറ്റപ്പെടും, വൈദികളെന്നെ തൊടുകയില്ല. ചെങ്കടലും മാറ്റപ്പെടും, വൈദികളെന്നെ തൊടുകയില്ല. മരുവിലും മന്ന നൽകി കരുതി നാഥൻ, മരുവിലും മന്ന നൽകി കരുതി നാഥൻ. നീ എൻ ദൈവം, 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 നീ എൻ ദൈവം. എനിക്ക് വേണ്ടി കരുതി ദൈവം, ജനിക്കും മുൻപേ കരുതി വച്ചവൻ. എനിക്കു വേണ്ടി കരുതി ദൈവം, ജനിക്കും മുൻപേ കരുതി വച്ചവൻ. ചെങ്കടലിൻ ശോധനയിലും കരുതി നാഥൻ, ചെങ്കടലിൻ ശോധനയിലും കരുതി നാഥൻ. യേശുവേ, നീ എൻ ജീവനാ. യേശുവേ, നീ എൻ ശ്വാസമാ. യേശുവേ, നീ എൻ ജീവനാ. യേശുവേ, നീ എൻ ശ്വാസമാ. ഞാൻ വിശ്വസിക്കുന്നു. സൂപ്പർ നാച്ചുറൽ മിറക്കിൾസുകളിൽ ഞങ്ങൾ വിശ്വസിക്കും. ഞങ്ങൾ അവന്റെ കൃപയിൽ ആശ്രയിക്കും. എന്റെ യേശു എല്ലാമായി മാറും. എന്റെ രാജ്യം പുനർജീവിപ്പിക്കപ്പെടും. എന്റെ മക്കൾ പുനർജീവിപ്പിക്കപ്പെടും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലുകളിൽ രോഗികളായി കിടക്കുന്ന എല്ലാ കോവിഡ് പേഷ്യൻസും
ഇന്ന് ദൈവശക്തി പ്രാപിച്ച് സൗഖ്യത്തോടെ കൂട്ടവിടുതലുകൾ കർത്താവേ, അതുപോലെ ഈ വൈറസിന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു. ഓരോ ശരീരത്തിലും ദൈവത്തിന്റെ ശക്തി ജീവിക്കുന്നു. വൈറസിനെ അതിജീവിക്കുന്ന ശക്തിയായി ഓരോ ബോഡിയും മാറുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ അന്തരീക്ഷത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റൽസിൽ, ഞങ്ങളുടെ രാജ്യത്തിൽ കൂട്ടമായ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ചലിച്ചാൽ അത് സകലർക്കും വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ സകലർക്കും വേണ്ടിയാണെന്ന് അറിയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ചെങ്കടൽ രണ്ടായത് മോശയ്ക്ക് വേണ്ടി മാത്രമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ നിന്ന സകലർക്കും വേണ്ടി, ആ യഹോവയെ വിശ്വസിക്കാത്ത സകലർക്കും, 1% പോലും വിശ്വാസമില്ല, മരണമെന്ന് പറഞ്ഞ സകലർക്കും വേണ്ടി ചെങ്കടൽ തുറന്നതുപോലെ, കാറ്റു വീശിയതുപോലെ ഞങ്ങളുടെ രാജ്യത്തിൽ സകല ജനത്തിനു വേണ്ടി ഒരു കാറ്റ്, ഞങ്ങളുടെ ജനത്തിനു വേണ്ടി ഒരു വലിയ യേശുവിന്റെ ശ്വാസം വ്യാപരിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു കൂട്ടമായ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് പിതാവേ. പരിശുദ്ധാത്മാവ് അത് ചെയ്യണമേ. ഞങ്ങൾ ചെയ്യണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇത് വലിയ മിറക്കിളുകൾ ഈ മണിക്കൂറിൽ ഇന്ത്യയുടെ മണ്ണിൽ സംഭവിച്ചെന്ന് വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞു. മനുഷ്യന്റെ ബുദ്ധിയിലല്ല, മനുഷ്യന്റെ ശക്തിയിലല്ല, അവന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ ഇപ്പോൾ അത് സംഭവിക്കുന്നത് വിശ്വസിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞണം കേട്ടോ. നിങ്ങൾ അത് വിശ്വാസത്തോടെ നിങ്ങളെ ദേശത്ത് പ്രവചിക്കണം. ഇതിനകത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ഇരുന്ന് കാണുന്ന HK ഫാമിലീസ് ഉണ്ട്. നിങ്ങളുടെ ആ രാജ്യത്തെ, നിങ്ങളുടെ ആ സംസ്ഥാനത്തെ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ പ്രവചിക്കണം. ഈ ദൂതുണ്ടല്ലോ, നിങ്ങൾ ഇന്നു മുതൽ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇത് എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വീടുകളിൽ ഇന്ന് കേട്ട ഈ പ്രെയർ ഉണ്ടല്ലോ, ഇന്നത്തെ ഈ സൺഡേ വർഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉറക്കെ പ്ലേ ചെയ്യാൻ ബോക്സ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പ്ലഗ് ചെയ്തിട്ട് നിങ്ങളുടെ വീടുകളിൽ അന്തരീക്ഷത്തിൽ ഇത് എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. आज का जो लाइव सेक्शन है, हो सके तो आपके घरों में अगर स्पीकर्स या कुछ सिस्टम्स है, ये लाउडली या मींस इस एटमॉस्फेयर के अंदर, ये जहां पर हमने ये प्रख्यापन किया, जो वचन किया, वो सब आपके घरों में रिपीटेड सुनते रहिए. നിങ്ങളുടെ വീട്ടിലെ TV ഓൺ ചെയ്ത് ന്യൂസ് ഉറക്കെ വെച്ച് അടുക്കളയിൽ ഇരിക്കുന്ന അമ്മയെ വരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ ഞങ്ങൾ ഈ മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം തന്നെ യൂട്യൂബിൽ നമ്മുടെ ഈ വർഷിപ്പ് ടെലികാസ്റ്റ് ചെയ്യും. ഹെവൻലി കിങ്ഡം ഫാമിലി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നമ്മുടെ ഈ സൺഡേ വർഷിപ്പ് ടെലികാസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് TV ഉള്ളവർക്ക് നേരെ യൂട്യൂബിൽ ചെന്ന് നമ്മുടെ ഹെവൻലി കിങ്ഡം ഫാമിലി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ മീറ്റിംഗ്, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണം. അപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മ ബലപ്പെടും. അല്ലാതെ TV ന്യൂസ് ഉറക്കെ വെച്ച് അവരെ കൂടെ പേടിപ്പിച്ച് കളയരുത്. ഭയപ്പെടുത്തുന്ന ന്യൂസിനേക്കാൾ ബലപ്പെടുത്തുന്ന ന്യൂസിനെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുക. ऐसे नहीं कि आप ऐसे ही न्यूज को सुनकर डरते रहने से अच्छा परमेश्वर का वचन को सुनो. ये हमारा हेवनली किंगडम फैमिली का एक यूट्यूब चैनल है, उसके अंदर ये शाम को ये जो लाइव सेक्शन है टेलीकास्ट करेंगे. आपको हो सके तो वो सर्च कीजिए, रिपीटेड सुनते रहिए, क्योंकि वचन को जितना आप सुनोगे उतना आपके लाइफ में, आपके जीवन में कार्य होगा. ഈ ദിവസങ്ങളിൽ ഇത് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്ലേ ചെയ്യുക. ഞാൻ ഉറപ്പ് തരാം, ഇതിന്റെ ക്ലൈമറ്റ് നിങ്ങളുടെ വീട്ടിൽ ക്രിയേറ്റ് ആവും. ये दिनों में आप ये रिपीटेड सुनते रहिए, क्योंकि ये जो क्लाइमेट है, ये जो क्लाइमेट है आपके घरों में पूरी तरीके से മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിത് കേട്ട് ധൈര്യപ്പെടട്ടെ. आपका जो फ्रेंड्स है, आपका जो रिलेटिव्स है, उसके उनको भी ये शेयर करके दीजिए. എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ആരെന്നല്ല, എനിക്ക് അനുകൂലമായി നിൽക്കുന്നത് ആര്. मेरे खिलाफ कौन है ये नहीं, मेरे साथ में कौन है ये है. എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. मेरा परमेश्वर मेरे साथ है. അതുകൊണ്ട് സകല വിഷയത്തെ ഞങ്ങൾ ജയിച്ചിരിക്കും. इसलिए सभी विषय के अंदर हम जय प्राप्त करेंगे. നമ്മളിപ്പോൾ നമ്മുടെ ഈ ലൈവ് പ്രെയർ, നമ്മുടെ സൺഡേ പ്രയറിൽ
പ്രയർ മാറ്റർ തന്നിരിക്കുന്ന സോനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സോനമോക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണ്. ചില ഓപ്പറേഷനുകൾ കഴിഞ്ഞ് ആ കുഞ്ഞ് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നു. നമുക്കിപ്പോൾ ദൈവസഭ ഒരുമിച്ച് സോനമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ച കുഞ്ഞിൻ്റെ മേൽ ഒരു ഹെവി പ്രൊട്ടക്ഷൻ, ശിരസ് മുതൽ പാദം വരെ കവർ ചെയ്യുന്ന ഒരു ഹെവി പ്രൊട്ടക്ഷൻ ഇപ്പോൾ സോനമോളുടെ മേൽ റിലീസായിട്ട് വലിയ ബലവും ശക്തിയും ആരോഗ്യവും കുഞ്ഞിൻ്റെ മേൽ ഇറങ്ങാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രയർ മാറ്ററുകൾ നമ്മുടെ ഈ സമയത്ത് ആമേൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സോനമോളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിച്ച് സോനമോളെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. HK ഫാമിലി ഒരുമിച്ച് സോനമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോനമോൾ ഇപ്പോൾ അത്ഭുത വിടുതൽ, പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷൻ അകത്ത് സോനമോൾ ജീവിക്കും. സാഹചര്യങ്ങൾ സോനമോളുടെ ശരീരത്തെ തൊടുകയില്ല. സോനമോളുടെ മേൽ ഒരു ഹെവി പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കുഞ്ഞിന്റെ ശരീരത്തിൽ പൂർണ്ണ വിടുതൽ, പൂർണ്ണ ജീവൻ, പൂർണ്ണ ബലം ആ കുടുംബത്തിന്മേൽ വ്യാപിക്കട്ടെ. അവർക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ തന്നെ ചലിക്കാൻ തുടങ്ങട്ടെ. സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ പ്രയർ ലിങ്കുകളിൽ, നമ്മുടെ വാട്സപ്പുകളിൽ വിളിച്ച് നമ്മുടെ പ്രാർത്ഥന അപേക്ഷിച്ച നൂറുകണക്കിന് ദൈവത്തിന്റെ മക്കളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ പ്രയർ ലൈൻ ഇവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്യും. നമ്മുടെ HKയുടെ പ്രയർ ലൈൻ 24 hours പ്രയർ ലൈൻ ഉണ്ട്. അതിപ്പോൾ ഇതിന് അകത്ത് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ പ്രയർ ലൈനിൽ വിളിച്ച് അഭിഷക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്ക് വാട്സപ്പ് പ്രയർ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ നമ്പർ ഇപ്പോൾ നമ്മുടെ ചർച്ചിൻ്റെ ഓഫീസിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ പ്രയർ മാറ്ററുകൾ നിങ്ങൾ അറിയിക്കാം. അഭിഷക്തന്മാർ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കുള്ള ആലോചനകൾ തരികയും ചെയ്യും. ആ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആഞ്ഞടിക്കുന്ന ഈ പാൻഡമിക് സിറ്റുവേഷൻ ഒരു സാമ്പത്തിക മേഖലയും തൊടാതെ കഴുകൻ ചിറകടിച്ച് കയറിപ്പോകുന്ന പോലെ ഞങ്ങളുടെ രാജ്യം അതിവേഗത്തിൽ ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് കയറിപ്പോകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്റെ അധികാരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെമ്പർ തുടങ്ങി MLA, MP, മന്ത്രിമാർ, ഗവർണർമാർ, പ്രധാനമന്ത്രി, എല്ലാ സംസ്ഥാനങ്ങളുടെയും പോലീസ് അധികാരികൾ എല്ലാവരെയും ഞങ്ങൾ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് പരമായ എല്ലാ മേഖലകളും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജോയ് പോ പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പട്ടണത്തിന്റെ അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരികയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മൂടട്ടെ. ഒന്നും നമ്മുടെ ഭാരതത്തെ തൊടാത്ത നിലവാരത്തിൽ കർത്താവേ അങ്ങയുടെ ശക്തി ഞങ്ങൾ അനുഭവിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ അനുഭവിക്കുന്നു. ദൂതന്മാരെ റിലീസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ അധികാരം കൽപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും നേരെയാക്കാൻ ഞങ്ങളുടെ അധികാരികളെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കും. നല്ല തീരുമാനങ്ങൾ അവരെടുക്കട്ടെ. നല്ല പ്രൊജക്ട്സുകൾ മുമ്പിൽ വെക്കട്ടെ. പരിശുദ്ധാത്മാവ് അവർക്ക് വിസ്ഡം നൽകട്ടെ. നല്ല ജ്ഞാനം നൽകട്ടെ. അവർ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ എടുക്കുന്ന നല്ല പ്രൊജക്ട്സുകൾ, നല്ല തീരുമാനങ്ങൾ, നല്ല നയതന്ത്രജ്ഞമായിട്ടുള്ള നല്ല ഡിസിഷൻസുകൾ, അത് രാജ്യത്തെ എഴുന്നേൽപ്പിക്കുന്ന. പ്രതികൂലം വന്നപ്പോഴാ ദൈവം രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ആ സമയത്ത് രാജ്യത്തിന് നല്ല ഡയറക്ഷൻ കൊടുക്കാൻ, നല്ല ഡയറക്ഷൻ ചെയ്യാൻ ദൈവം സ്പോട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവരൊക്കെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നു ഈ സമയത്ത് ദൈവം നമ്മുടെ മന്ത്രിമാരിലൂടെ നല്ല പ്രൊജക്ട്സുകൾ മുമ്പിൽ വരും. നമ്മുടെ പ്രധാനമന്ത്രിക്ക് നല്ല ജ്ഞാനം നൽകും. നമ്മുടെ MP-മാർക്ക് നല്ല വിസ്ഡം നൽകും. ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ പൊസിഷനിലിരിക്കുന്ന എല്ലാ അധികാരികളുടെ മേൽ ദൈവത്തിന്റെ ജ്ഞാനം വ്യാപരിക്കും. കേരള മുഖ്യമന്ത്രിയെ ദൈവം ജ്ഞാനവും പരിജ്ഞാനവും കൊണ്ട് നിറയ്ക്കും. ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സ്, അതിന്റെ മേലുദ്യോഗസ്ഥന്മാരുടെ മേൽ ദൈവാത്മാവിന്റെ ജ്ഞാനം വ്യാപരിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. സോണി മോൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സോണി മോൾ കോവിഡായിട്ട് ഭാരപ്പെടുന്നു. ഇപ്പോൾ തന്നെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ച് സോണി മോളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം സോണി മോളുടെ ശരീരത്തിൽ വ്യാപരിച്ചിട്ട് ശരീരത്തിനകത്ത് തന്നെ ആ സൗഖ്യത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദൈവ പ്രവൃത്തി ആരംഭിക്കട്ടെ. കോവിഡ് വൈറസിനെ ഒന്നുമല്ലാതാക്കുന്ന ദൈവശക്തി സോണി മോളുടെ ശരീരത്തിൽ റിലീസ് ആകട്ടെ. ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു. സോണി മോളുടെ മേൽ യേശുവിന്റെ രക്തം റിലീസ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് കൊണ്ടുള്ള അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. പൂർണ്ണ വിടുതലോടെ സോണി മോൾ എഴുന്നേറ്റ് വരട്ടെ. ഹേമൻ രോഗത്തെ ജയിച്ചവളായി അവൾ പുറത്തു വരട്ടെ. ഇപ്പോൾ തന്നെ സഭ ഒരുമിച്ച് കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. സൗഖ്യം ആകുക. സഭ അത് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ, ഹോസ്പിറ്റലുകളിൽ കൂട്ടമായ ഡിസ്ചാർജുകൾ നടക്കട്ടെ. പെട്ടെന്നുള്ള സൗഖ്യങ്ങൾ റിലീസാകട്ടെ. പെട്ടെന്നുള്ള വിടുതലുകൾ റിലീസാകട്ടെ. അത്ഭുതകരമായ ചലനങ്ങൾ നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിക്ക് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഈ സിറ്റുവേഷനിലും കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് ഇറങ്ങുന്ന, വാഹനങ്ങൾ ഓടിക്കുന്ന, ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന, കൂലിപ്പണി എടുക്കുന്ന, ഡ്രൈവ് ചെയ്യുന്ന ലോകം മുഴുവനുള്ള നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാം. കൃഷി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കാം. ആമേൻ. ഈ രോഗം ഇനി ഇത് പടരാതെ ഈ ഞായറാഴ്ച ലോകമെമ്പാടും ദൈവസഭകൾ പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ ഇത് തളരട്ടെ. ഇന്നു മുതൽ ഇത് തളരട്ടെ. ഇനി ഒന്നിലേക്ക് ഇത് പടരാതെ ജനിതക മാറ്റം സംഭവിച്ചതൊക്കെ അതുപോലെ തളരട്ടെ. അതിന്റെ ശക്തി ക്ഷയിച്ചു പോകട്ടെ. ദൈവശക്തി മൂവ് ആകട്ടെ. ജോലി ചെയ്യുന്ന, പുറത്ത് ജോലി ചെയ്യുന്ന, ആമേൻ, ഇതിന്റെ എല്ലാം നമ്മുടെ മക്കൾ, ജോലിക്ക് പോകുന്നവർ എല്ലാവരും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. സമൂഹ വ്യാപനത്തെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മക്കൾക്കായി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്, ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ യാത്രകൾ, അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ എല്ലാത്തിനും കർത്താവ് ദൈവിക പ്രൊട്ടക്ഷൻ, ദൈവിക കരുതലുകൾ കർത്താവ് അവരെ കവർ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു രോഗമോ ഒരു വ്യാധിയോ അടുക്കാത്ത വിധം പരിശുദ്ധാത്മാവെ ഒരു വലിയ ഞങ്ങളുടെ ജനത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് ഭവനത്തിലായിരിക്കുന്ന, ജോലി ചെയ്യുന്ന, ജോലി മേഖലയുമായി ബന്ധപ്പെട്ട് ഏത് മേഖലയാകട്ടെ സകലതും ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, യാത്രകൾ ചെയ്യുന്നവർ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായ ഒരു അന്തരീക്ഷം അവരെ കവർ ചെയ്യട്ടെ. പ്രത്യേകമായ ഒരു അന്തരീക്ഷം മൂടട്ടെ. ഒന്നും അവരെ തൊടാത്ത വിധം പരിശുദ്ധാത്മാവിന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ദൈവത്തിന്റെ ദൂതന്മാർ സാമ്പത്തിക നിലവാരത്തിൽ ഭാരപ്പെടുന്ന എല്ലാവരും ഞങ്ങൾ വഹിക്കുന്നു കർത്താവെ. ദൈവിക കരുതലുകളെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ദൈവിക പ്രൊവിഡൻസിനെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിനായി സ്തോത്രം. ഇതോടെ ആ രോഗത്തിന്റെ വലിയൊരു ക്ലൈമാക്സ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വലിയൊരു നിവർത്തീകരണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതോടെ വലിയൊരു പ്രവൃത്തി ഞങ്ങളുടെ രാജ്യത്തിൽ ആരംഭിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ സംഭവിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്ന് നമ്മുടെ ഈ വർഷിപ്പിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബിലീവേഴ്സ്, നമ്മുടെ മക്കൾ, ഫാമിലി മെമ്പേഴ്സ്, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ HK ഫാമിലീസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്പിരിച്വൽ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന എല്ലാം നമ്മുടെ വർഷിപ്പിലും നമ്മളെ കൂടെ ഇരിക്കുന്ന എല്ലാ മക്കളെ നമ്മളിപ്പോൾ ഓർക്കുന്നു. ഇന്ന് ഇതിന്റെ കൂടെ ഇരിക്കുന്ന എല്ലാ മക്കളെ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ ഞങ്ങളുടെ ബിലീവേഴ്സിനെ, എല്ലാ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ബ്ലെസ് ചെയ്യുന്നു. നിങ്ങളൊരു അനുഗ്രഹമാണ്, നിങ്ങളൊരു അത്ഭുതമാണ്, നിങ്ങളൊരു അതിശയമാണ്. ഓ മൈ ഫാമിലീസ്, നിങ്ങളൊരു അത്ഭുതമാണ്. ഓ മൈ ഫാമിലീസ്, നിങ്ങളൊരു അത്ഭുതമാണ്. आप लोग एक अद्भुत हो. Oh my families, നിങ്ങളൊരു അതിശയമാണ്. आप एक miracle हो. Oh families, നിങ്ങളൊരു അനുഗ്രഹമാണ്. मेरे families, आप एक miracle हो. You are protected in Jesus Christ. आप परमेश्वर के अंदर protected हो. You are heavy protected by the blood of Jesus Christ. मसीह का लहू से आप protected है. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ക്രിസ്തു നിങ്ങൾക്ക് അനുകൂലമാണ്. आपके साथ खड़ा हुआ परमेश्वर. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ജീവനിൽ വാഴുക. आज हम बोलते हैं कि जीवन में राज करे. All my families reign in life. मेरे जनों जीवन में राज करे. All my HK families യേശു ക്രിസ്തു എന്ന ജീവനിൽ വാഴുക. मेरे HK family यीशु मसीह के अंदर आप राज करें. കരം തട്ടി നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാണ്. ताली बजाकर हम एक साथ आराधना कर रहे हैं. എല്ലാവരും കരം അടിച്ച് നമ്മൾ ചേർന്ന് ആരാധിക്കുമ്പോൾ ആ വിടുതൽ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് തുടങ്ങുകയാണ്. കരം അടിച്ച് കർത്താവിനെ ഇന്ന് പകൽ ഒരുമിച്ച് ആരാധിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിച്ചു, കരം കോർത്ത് പിടിച്ച്
ആ ഭവനത്തിനകത്ത് ഒരുമിച്ചിപ്പോൾ ആരാധിച്ചോ. ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു, വഴിയിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ വേഗത്തണലായി, ഇരുളിൽ സ്നേഹനാളമാ, സീനായി മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേ. കരകോർത്ത് പിടിച്ച് ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു, വഴിയിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമാ, സീനായി മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ ചേർന്ന് പറയുക. അബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. മനുജനായി ഭൂമിയിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുദിനവും ദിവ്യഭോജ്യവുമാ, ഈ ഉലകത്തിൽ ജീവനാ, വഴിയും സത്യവുമായവനെ നിന്തിരുനാമം വാഴ്ത്തുന്നു. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുദിനവും ദിവ്യഭോജ്യവുമാ, ഈ ഉലകത്തിൽ ജീവനാ, വഴിയും സത്യവുമായവനെ നിന്തിരുനാമം വാഴ്ത്തുന്നു. അബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഒരുമിച്ച് അബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമാ, സീനായി മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമാ, സീനായി മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേ. ചേർന്ന് അബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ തിരുഹിതം വെളിപ്പെടും. എന്തൊക്കെ സംഭവിച്ചാലും ദൈവം നിന്നെ ഭൂമിയിൽ അയച്ചതിന്റെ പദ്ധതി ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതുവരെ ഞാനും നീയും ഇവിടെ ഉണ്ടാകും. എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും ദൈവം ഈ ഭൂമിയിൽ എന്നെയും നിന്നെയും അയച്ച പദ്ധതി ഈ ഭൂമിയിൽ നിറവേറപ്പെടുന്നതുവരെ ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടാകും. യേശുവിൽ വ്യാപിച്ച കൃപയും സമാധാനവും നമ്മിൽ വ്യാപിക്കട്ടെ. അവന്റെ കൃപയും സമാധാനവും നമ്മിൽ വർദ്ധിക്കട്ടെ. Rejoice always in Jesus Christ. Abide in Holy Spirit. Love you all. Bless you all. Amen.